നമുക്ക് ഈ ചാപ്റ്ററിലെ ഇൻ ടെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ചെയ്യാം. 10.1 റൈറ്റ് ദ സ്ട്രക്ചേഴ്സ് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട്സ്. ഈ കോമ്പൗണ്ടിൻ്റെ പേര് തന്നിട്ടുണ്ട്, അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കണം, സ്ട്രക്ചർ എഴുതണം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2-chloro-3-methyl pentane. അപ്പോൾ നമ്മൾ നെയിമിംഗ് ഒക്കെ നോക്കിയതാണ്. അപ്പോൾ നെയിമിങ്ങിൽ അറിയാം എന്താണ് വേർഡ് റൂട്ട് ഏതാണോ അതിന്. ഇതിൽ വേർഡ് റൂട്ട് എന്ന് പറയുന്നത് 5 കാർബണുള്ള ഒരു ആൽക്കെയിൻ ആണ്, പെൻറ്റെയിൻ ആണ്. മീഥൈലും ക്ലോറോയും ഇതിലത്തെ സബ്സ്റ്റിറ്റ്വൻസ് ആണ്. അപ്പം എങ്ങനെയാണ് നമുക്ക് ആദ്യം 5 കാർബണുള്ള ഈ പെൻറ്റെയിൻ നമുക്കൊന്ന് വരയ്ക്കാം. 1 2 3 4 5. അതിൽ രണ്ടാമത്തെ കാർബണിലൊരു ക്ലോറിനും മൂന്നാമത്തെ കാർബണിൽ ഒരു മീഥൈൽ ഗ്രൂപ്പുമാണ് സബ്സ്റ്റിറ്റ്വൻറ്റ്. പിന്നെ ബാക്കിയുള്ള എല്ലാ ഈ കാർബണിൻ്റെ വാലൻസി എന്ത് വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം? ഹൈഡ്രജൻ വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ഹൈഡ്രജൻ വരും, ഇവിടെ ഒരു ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ. നമുക്കറിയാം ഒരു കാർബൺ ടെട്രാവാലൻ്റ് ആണ്. അപ്പോൾ കാർബണിൻ്റെ ബാക്കിയുള്ള വാലൻസ് നമ്മൾ ഹൈഡ്രജൻ വെച്ച് സാറ്റിസ്ഫൈ ചെയ്തു. രണ്ടാമത്തെ ചോദ്യമാണ് 1-chloro-4-ethyl cyclohexane. അപ്പോൾ ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള പാരൻ ചെയിൻ എന്ന് പറയുന്നത് ഒരു സൈക്ലിക് ആയിട്ടുള്ള കോമ്പൗണ്ട് ആണ്, സൈക്ലോഹെക്സെയിൻ ആണ്. ഇനി ആദ്യത്തെ പൊസിഷനിൽ ക്ലോറിനും രണ്ടാമത്തെ സബ്സ്റ്റിറ്റ്വൻറ്റ് വന്നിരിക്കുന്നത് 4th പൊസിഷനിൽ ഈഥൈൽ ഗ്രൂപ്പുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സൈക്ലിക് ആയിട്ടുള്ള ഒരു കോമ്പൗണ്ടിൽ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ പ്രയോറിറ്റി വൈസ് ഏതാണോ ആദ്യം വരുന്നത് അവിടെ നമ്മൾ ആ കാർബണ് നമ്മൾ ഫസ്റ്റ് നമ്പർ കൊടുക്കും. അപ്പോൾ ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്വൻറ്റ് വരികയാണെങ്കിൽ ഇതിന് നമ്മൾ ഫസ്റ്റ് നമ്പർ കൊടുത്തു. ഇവിടെ നമുക്കറിയാം പ്രയോറിറ്റി വൈസ് ഹാലജൻ ആണ് ഫസ്റ്റ് വരിക, അതുകൊണ്ടാണ് ഇവിടെ പേരിൽ 1-chloro എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കാർബൺ ആണ് നമ്മുടെ ഫസ്റ്റ് കാർബൺ. 2 3 4th കാർബണിൽ ഈഥൈൽ ഗ്രൂപ്പ് CH2CH3. ഓക്കെ, അപ്പോൾ 1-chloro-4-ethyl cyclohexane. ഇനി മൂന്നാമത്തെയാണ് 4-tertiary-butyl-3-iodoheptane. അപ്പോൾ ഹെപ്റ്റെയിൻ ആണ് നമ്മുടെ പാരന്റ് ചെയിൻ. 7 കാർബൺ വരുന്ന ആൽക്കെയിൻ ആയിട്ടുള്ള ഹെപ്റ്റെയിൻ ആണ് നമ്മുടെ പാരന്റ് ചെയിൻ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ ആദ്യം വരയ്ക്കാം. 1 2 3 4 5 6 7. ഇനി 4th പൊസിഷനിൽ ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്, ഫസ്റ്റ് സെക്കൻഡ് തേർഡ് 4th പൊസിഷനിൽ ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. അതുപോലെ തന്നെ 3rd പൊസിഷനിൽ അയോഡോ ഗ്രൂപ്പാണ്. ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എഴുതാം, അതിന് മുന്നേ ബാക്കിയുള്ള വാലൻസി ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാം നമുക്ക്. ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, ഇവിടെ ഒരു ഹൈഡ്രജൻ വന്നു, CH2 CH2 CH3. ഇനി ടെറിഷറി ബ്യൂട്ടൈൽ എന്ന് പറയുമ്പോൾ 4 കാർബൺ ആറ്റംസ് ഉണ്ട്. ബ്യൂട്ടൈൽ എന്ന് പറയുമ്പോൾ 4 കാർബൺ, ടെറിഷറി ബ്യൂട്ടൈൽ എന്ന് പറയുമ്പോൾ ടെറിഷറി കാർബണിലേക്കാണ്, ഈ ടെറിഷറി കാർബൺ ആണ് ഈ പാരന്റ് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നോക്കൂ, ഇത് 4 കാർബൺ വന്നു, ഇവിടെയൊക്കെ നമുക്ക് ഹൈഡ്രജൻ കൊടുക്കാം. ഈ ഒരു കാർബണിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കാർബൺ മറ്റു 3 കാർബണുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അതായത് ഇതൊരു ടെറിഷറി കാർബൺ ആണ്. അപ്പോൾ ഈ ടെറിഷറി ആയിട്ടുള്ള ഈ കാർബൺ ആണ് ഈ പാരന്റ് ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പിനെയാണ് നമ്മൾ ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എന്ന് പറയുക. അപ്പോൾ അത് നമുക്ക് CH3 CH3. അപ്പോൾ 4 ടെറിഷറി ബ്യൂട്ടൈൽ 1 iodoheptane. 4 ടെറിഷറി ബ്യൂട്ടൈൽ 3 iodoheptane. 4 ടെറിഷറി ബ്യൂട്ടൈൽ 3 iodoheptane. ഇനി അടുത്ത എക്സാമ്പിൾ ആണ് 1,4-dibromobute2-ene. 1,4-dibromobute2-ene. അപ്പം നമുക്കറിയാം ഇവിടെ എന്താണ് ഈൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് വന്നിട്ടുണ്ട്, ബ്യൂട്ട് എന്ന് പറയുമ്പോൾ 4 കാർബൺ വരുന്ന ഒരു ആൽക്കീനാണ്. ഇപ്പോൾ 1 2 3 4 ബ്യൂട്ട് 4 കാർബൺ വന്നു. 2-ene രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പോൾ ബ്യൂട്ട് 2-ene ആയി. 1,4-dibromo അതിൽ ആദ്യത്തെയും 4ാമത്തെയും കാർബൺ ആറ്റത്തിൽ ബ്രോമിൻ ഉണ്ട്. 1,4-dibromobute2-ene. ഇനി ബാക്കിയൊക്കെ നമുക്ക് ഹൈഡ്രജൻ വെച്ചിട്ട് സാറ്റിസ്ഫൈ ചെയ്യാം. ഇവിടെ ഒരു വാലൻസി വന്നു, 2 3 4. ഈ കാർബണിൽ ഓരോ ഹൈഡ്രജൻ വരും. ഈ കാർബണിലും അതെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെയും അതെ ഒരു ഹൈഡ്രജൻ ഉണ്ട്.
ഓക്കെ, ഇതാണ് 1,4-dibromobute2-ene. ഒരെണ്ണം കൂടി ഉണ്ട്. അടുത്ത ചോദ്യമാണ് 1-bromo-4 secondary butyl 2-methyl benzene. അപ്പം ഇവിടെ മെയിൻ ആയിട്ടുള്ള നമ്മുടെ ചെയിൻ എന്ന് പറയുന്നത് ഒരു റിംഗ് കോമ്പൗണ്ട് അരോമാറ്റിക് ആയിട്ടുള്ള ബെൻസീൻ ആണ്. അപ്പം നമ്മൾ ബെൻസീന് വരച്ചു. ഇനിയോ ഫസ്റ്റ് കാർബണിൽ ബ്രോമോ. അപ്പം നമ്മൾ ഒരു കാർബൺ ചൂസ് ചെയ്തു, അതാണ് നമ്മുടെ ഫസ്റ്റ് കാർബൺ, അത് ബ്രോമോ. ഇനി ഫോർത്ത് കാർബണിൽ സെക്കൻഡറി ബ്യൂട്ടൈൽ. അപ്പം നമ്മൾ നേരത്തെ ചെയ്തല്ലോ, ടെറിഷറി ബ്യൂട്ടൈൽ ചെയ്തില്ലേ, അതായത് 4 കാർബൺ ആറ്റംസ് വരും. 4 കാർബൺ വരുന്ന ആൽക്കേനെ നമ്മൾ ബ്യൂട്ടൈൻ എന്നാണ് പറയുക. അത് സബ്സ്റ്റിറ്റ്യൂൻ്റ് ആയിട്ട് വരുമ്പോൾ ബ്യൂട്ടൈലാണ്. ടെറിഷറി കാർബൺ വഴിയാണ് മെയിൻ ചെയിനിലേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ടെറിഷറി ബ്യൂട്ടൈൽ എന്ന് പറഞ്ഞത്. ഇതാണ് ടെറിഷറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ഇവിടെ സെക്കൻഡറി ബ്യൂട്ടൈലാണ്. അപ്പം എങ്ങനെയായിരിക്കും, ഈ കാർബൺ വഴി ഇങ്ങനെ ഇപ്പുറത്തെ കാർബൺ വഴിയാണ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഇതൊരു പ്രൈമറി ആയിട്ടുള്ള വെറും ബ്യൂട്ടൈൽ ഗ്രൂപ്പാണ്. അപ്പോൾ ഈ ഒരു കാർബണിൽ നിന്നാണ് അറ്റാച്ച് പാരന്റ് അല്ലെങ്കിൽ മെയിൻ ചെയിനിലേക്ക് ഈ ഒരു കാർബൺ വഴിയാണ് അറ്റാച്ച് ചെയ്യണമെങ്കിൽ ഈ കാർബൺ മറ്റ് 2 കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റ് 2 കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച് ചെയ്തതുകൊണ്ട് ഇതൊരു സെക്കൻഡറി കാർബൺ ആണ്. മറ്റ് 2 കാർബൺ ആറ്റംസുമായിട്ട് അറ്റാച്ച് ചെയ്തതുകൊണ്ട് ഇതൊരു സെക്കൻഡറി കാർബൺ ആണ്. അപ്പോൾ ഈ സെക്കൻഡറി കാർബൺ വഴി ഈ ഒരു ചെയിനിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് അറ്റാച്ച് ചെയ്തതാണ്. ഇതാണ് സെക്കൻഡറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ബാക്കിയൊക്കെ നമുക്ക് ഹൈഡ്രജൻ കൊടുത്താൽ മതി. അപ്പോൾ ഇവിടെ CH, CH2, CH3, 1 2 3 4. ഓക്കെ, അപ്പം അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിവിടെ വരയ്ക്കാം. CH, CH2, CH3. ഇപ്പോൾ സെക്കൻഡറി ബ്യൂട്ടൈൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്തു. ഓക്കെ, ഇനിയോ 2-methyl, രണ്ടാമത്തെ കാർബണിൽ മീഥൈൽ ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ, അപ്പോൾ 1-bromo 4 secondary butyl 2-methyl benzene. അടുത്ത ചോദ്യമാണ് why is sulfuric acid not used during the reaction of alcohols with potassium iodide? എന്തുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്ത? ആൽക്കഹോൾ പൊട്ടാസ്യം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ആൽക്കൈൽ അയഡൈഡ് ഫോം ചെയ്യണ റിയാക്ഷൻ, അതായത് അതിലെന്തുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കാത്തത് എന്നാണ് ചോദ്യം. അപ്പം നമ്മൾ ഒരു ആൽക്കൈൽ ഹാലൈഡുകൾ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് നമ്മൾ പറഞ്ഞത്. പൊട്ടാസ്യം അയഡൈഡ് വെച്ചിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ആൽക്കൈൽ അയഡൈഡ്സ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ആ റിയാക്ഷനിൽ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കില്ല. അതെന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം. അപ്പം നമ്മുടെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ആൽക്കഹോൾ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് CH3CH2OH എന്ന് പറയുന്ന ഒരു ആൽക്കഹോൾ എടുത്തു. ഈ ആൽക്കഹോൾ പൊട്ടാസ്യം അയഡൈഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? CH3CH2I എന്നുള്ള കോമ്പൗണ്ട് ഫോം ചെയ്യും, ആൽക്കൈൽ അയഡൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നമ്മൾ പൊട്ടാസ്യം അയഡൈഡ് ഇൻ പ്രസൻസ് ഓഫ് ആൻ ആസിഡ് ആണ് എടുക്കുന്നത്. ഓക്കെ, ഈ ആസിഡ് നമ്മൾ നോർമലി ഏതെങ്കിലും മിനറൽ ആസിഡ് ഉപയോഗിക്കും. അപ്പോൾ അവിടെ നടക്കുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് പൊട്ടാസ്യം അയഡൈഡ് ഈ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്, ആസിഡിൽ ഹൈഡ്രജൻ ഉണ്ടല്ലോ, ഹൈഡ്രജനെ ഡൊണേറ്റ് ചെയ്തിട്ട് HI ഫോം ചെയ്യും. ഓക്കെ, ആസിഡിൽ ഹൈഡ്രജൻ പൊട്ടാസ്യമായിട്ട് റിയാക്ട് ചെയ്തിട്ട് HI ഫോം ചെയ്യും. ഈ HI ഹൈഡ്രജൻ അയഡൈഡാണ് ആൽക്കഹോളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട്, അതായത് CH3CH2OH പ്ലസ് HI. അപ്പോൾ ഇവിടുന്ന് എന്ത് ചെയ്യും? ഈ വാട്ടർ അവിടുന്ന് റിമൂവ് ചെയ്ത് പോവും. ഈ വാട്ടർ റിമൂവ് ചെയ്തു പോയി കഴിഞ്ഞാൽ അവിടെ റിമെയിൻ ചെയ്യുന്നത് അയഡിനാണ്. അത് ഇവിടേക്ക് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? ആൽക്കൈൽ അയഡൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഇതാണ് ഇവിടെ നടക്കുന്ന മെയിൻ ആയിട്ടുള്ള റിയാക്ഷൻ. അപ്പോൾ ഈ റിയാക്ഷനിൽ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കില്ല. എന്തുകൊണ്ടാണ് സൾഫ്യൂരിക് ആസിഡ് ഇവിടെ ഉപയോഗിക്കാത്തത് എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ റിയാക്ഷൻ ഒന്ന് നോക്കാം. പൊട്ടാസ്യം അയഡൈഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും. എന്ത് ഫോം ചെയ്യും? ഹൈഡ്രജൻ അയഡൈഡും പൊട്ടാസ്യം ബൈസൾഫേറ്റും ഫോം ചെയ്യും. KHSO4 പൊട്ടാസ്യം ബൈസൾഫേറ്റ് ഫോം ചെയ്യും. ഈ റിയാക്ഷൻ ഇവിടെ നിൽക്കില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പോൾ ഈ ഹൈഡ്രജൻ അയഡൈഡിനെ വീണ്ടും
ഈ ഹൈഡ്രജൻ അയഡൈഡ് ഫെർദർ ആയിട്ട് വീണ്ടും സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് അയഡിൻ ഫോം ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് റിയാക്ഷന് ഹൈഡ്രജൻ അയഡൈഡ് അവൈലബിൾ ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഈ റിയാക്ഷനിൽ ഉപയോഗിക്കാത്തത്. നമ്മൾ പകരം ഏതാ ഉപയോഗിക്കുക? ഫോസ്ഫോറിക് ആസിഡ് പോലെയുള്ള വീക്ക് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള ഫോസ്ഫോറിക് ആസിഡ് ഒക്കെയാണ് നമ്മൾ ഈ റിയാക്ഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുക. സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഉപയോഗിക്കില്ല. എന്തുകൊണ്ടാണ്? സൾഫ്യൂരിക് ആസിഡ് ഹൈഡ്രജൻ അയഡൈഡ് ഈ റിയാക്ഷനിൽ ഫോം ചെയ്തിട്ടുള്ള ഹൈഡ്രജൻ അയഡൈഡിനെ ഫെർദർ ആയിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് അയഡിനായിട്ട് കൺവേർട്ട് ചെയ്യും. റിയാക്ഷൻ നമുക്ക് ഉദ്ദേശിച്ച ആൽക്കൈൽ അയഡൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻ അവിടെ നടക്കില്ല. അതുകൊണ്ട് നമ്മൾ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് അല്ലാത്ത ഫോസ്ഫോറിക് ആസിഡ് പോലെയുള്ള ആസിഡുകളാണ് ഉപയോഗിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, റൈറ്റ് സ്ട്രക്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് ഡൈഹാലജൻ ഡെറിവേറ്റീവ്സ് ഓഫ് പ്രൊപ്പെയിൻ. പ്രൊപ്പെയിനിൻ്റെ ഡിഫറെൻറ്റ് ഡൈഹാലജൻ ഡെറിവേറ്റീവ്സിൻ്റെ സ്ട്രക്ചർ എഴുതുക. അപ്പോൾ നമുക്ക് CH3, CH2, CH3 ആണ് പ്രൊപ്പെയിൻ. അപ്പോൾ അതിലത്തെ പ്രൊപ്പെയിനിൻ്റെ ഡിഫറെൻറ്റ് ഡൈഹാലജൻ ഡെറിവേറ്റീവ്സ് ആണ്. അപ്പോൾ നമുക്ക് ഡൈഹാലജൻ വരാം. ആദ്യത്തെ ഒരു എക്സാമ്പിൾ നോക്കാം. 2 ഹാലജൻ ആറ്റംസും ഫസ്റ്റ് കാർബണിലാണെന്ന് വിചാരിക്കുക. നമുക്കൊരു എക്സാമ്പിളായിട്ട് ബ്രോമിൻ എടുക്കാം. ഡൈബ്രോമോ. അപ്പം ഇതെന്താണ്? 1,1 ഡൈബ്രോമോ പ്രൊപ്പെയിൻ. ഇനി ഒരു ബ്രോമിൻ ഇപ്പുറത്തെ കാർബണിലേക്ക് വരാം. അപ്പം എങ്ങനെ വരും? ആദ്യത്തെ കാർബണിൽ ഒരു ബ്രോമിൻ, രണ്ടാമത്തെ കാർബണിൽ ഒരു ബ്രോമിൻ. അപ്പോൾ ഇതേതാണ്? 1,2 ഡൈബ്രോമോ പ്രൊപ്പെയിൻ. ഇനി എങ്ങനെയാവാം? ഈ ബ്രോമിൻ മൂന്നാമത്തെ കാർബണിൽ വരാം. അപ്പം ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് ഒരു ബ്രോമിൻ ഫസ്റ്റ് കാർബണിലും 3rd കാർബണിലത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് അവിടെ ഒരു ബ്രോമിൻ വരും. അപ്പോൾ ഇതെന്താണ്? 1,3 ഡൈബ്രോമോ പ്രൊപ്പെയിൻ. ഇനി എങ്ങനെ വരാം? 2 ബ്രോമിനും സെക്കൻഡ് കാർബണിൽ വരാം. അപ്പം CH3, CH2, CH3 ഇതാണ് പ്രൊപ്പെയിൻ. അതിലത്തെ സെക്കൻഡ് കാർബണിൽ 2 ബ്രോമിനും, അതായത് 2,2 ഡൈബ്രോമോ പ്രൊപ്പെയിൻ. ഇനി എങ്ങനെ വരാം? ഈ ബ്രോമിൻ ഇപ്പുറത്തെ കാർബണിൽ അങ്ങനെ വരുമോ? നോക്കി നോക്കാം. CH3, CH2, CH3. അപ്പോൾ ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ രണ്ടാമത്തെ കാർബണിൽ ഒരു ബ്രോമിൻ, ഇങ്ങനെ മൂന്നാമത്തെ കാർബണിൽ ഒരു ബ്രോമിൻ. ഇങ്ങനൊരു സ്ട്രക്ചർ വരച്ചു എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ എഴുതി. അപ്പോൾ ഇത് നമുക്കറിയാം, നമ്പർ ചെയ്യുമ്പോൾ ഈ സബ്സ്റ്റിറ്റ്വൻസിൽ ഇവിടെ ഈ പ്രൊപ്പെയിനിൽ ബ്രോമിൻ വരുന്നത് സബ്സ്റ്റിറ്റ്വൻ്റ് ആയിട്ടാണ്. ഇതിന് ലോവസ്റ്റ് നമ്പർ വരുന്ന രീതിയിൽ എഴുതണം. അപ്പോൾ ഇവിടുന്ന് നമ്പർ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത്തെ കാർബണിലും മൂന്നാമത്തെ കാർബണിലും ഒന്ന്. പക്ഷേ കറക്റ്റ് നമ്പറിങ് എങ്ങനെയാണ് വരിക? ഇങ്ങനെയല്ല. സബ്സ്റ്റിറ്റ്വൻറ്റിൻ്റെ ലോവർ നമ്പറിങ് വരുന്ന രീതിയിൽ എഴുതുമ്പോൾ 1, 2, 3 എന്നുള്ള രീതിയിലാണ് ഇതിന് നമ്പർ കൊടുക്കേണ്ടത്. അപ്പോൾ എങ്ങനെയാണ്? 1,2 ഡൈബ്രോമോ പ്രൊപ്പെയിൻ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ സ്ട്രക്ചറിൽ കൂട്ടണ്ട, കാരണം ഇത് നമ്മൾ ഓൾറെഡി 1,2 ഡൈബ്രോമോ പ്രൊപ്പെയിൻ ഇവിടെ എഴുതിയതാണ്. അപ്പോൾ ഇത് റിപ്പീറ്റിംഗ് ആണ്, അപ്പോൾ നമുക്ക് കളയാം. അപ്പോൾ എത്ര സ്ട്രക്ചേഴ്സ് നമുക്ക് കിട്ടും? 1,1 ഡൈബ്രോമോ പ്രൊപ്പെയിൻ, 1,2 ഡൈബ്രോമോ പ്രൊപ്പെയിൻ, 1,3 ഡൈബ്രോമോ പ്രൊപ്പെയിൻ, പിന്നെ 2,2 ഡൈബ്രോമോ പ്രൊപ്പെയിൻ. ഇത്രയാണ് നമ്മുടെ പോസിബിൾ ആയിട്ടുള്ള ഡൈഹാലോ ഡെറിവേറ്റീവ്സിൻ്റെ സ്ട്രക്ചർ. പ്രൊപ്പെയിനിൻ്റെ ഡൈഹാലോ ഡെറിവേറ്റീവ്സ് ഇത്രയുമാണ് പോസിബിൾ ആയിട്ടുള്ളത്. അടുത്ത ചോദ്യം, among the isomeric alkanes of molecular formula C5H12, identify the one
that on photochemical chlorination yields a single monochloride, 3 isomeric monochlorides, 4 isomeric monochlorides. അപ്പോൾ C5H12 എന്ന് പറയുന്ന ഒരു ആൽക്കെയിൻ, ആ ആൽക്കെയിനെ ക്ലോറിനേഷൻ നടത്തി, ഫോട്ടോകെമിക്കൽ ക്ലോറിനേഷൻ നടത്തി, അങ്ങനെ ഒരു സിംഗിൾ മോണോക്ലോറൈഡ് മാത്രം പ്രോഡക്റ്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്ന ആൽക്കെയിനിൻ്റെ, അതുപോലെ തന്നെ 3 ഐസോമെറിക് മോണോക്ലോറൈഡ് ഫോം ചെയ്യുന്ന ആൽക്കെയിൻ, അതുപോലെ തന്നെ 3 ഐസോമെറിക് മോണോക്ലോറൈഡ് ഫോം ചെയ്യുന്ന ആൽക്കെയിൻസിൻ്റെ സ്ട്രക്ചർ എഴുതുക. എമംഗ് ദ ഐസോമെറിക് ആൽക്കെയിൻ ഐഡൻറ്റിഫൈ ദ വൺ ഓൺ ഫോട്ടോകെമിക്കൽ ക്ലോറിനേഷൻ ഇൽ സിംഗിൾ മോണോക്ലോറൈഡ്. ഒരു സിംഗിൾ മോണോക്ലോറൈഡ് ഫോം ചെയ്യണ ഒരു പെൻറ്റെയിൻ എങ്ങനെയാണെന്നുള്ളത് നോക്കി വെക്കാം. അപ്പോൾ നമുക്ക് 5 കാർബൺ ആറ്റംസ് വരണം. അതെല്ലാം ഫോട്ടോകെമിക്കൽ ക്ലോറിനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പ്രോഡക്റ്റ് ആണ്? നമുക്ക് ആദ്യത്തെ ഒരു എക്സാമ്പിൾ ആയിട്ട് നോർമൽ പെൻറ്റെയിൻ എടുക്കാം. CH3 CH2 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 CH3. ഓക്കെ, ഇതിൽ ക്ലോറിനേഷൻ നടക്കുകയാണ്, ഫോട്ടോകെമിക്കൽ ക്ലോറിനേഷൻ ആണ്. അപ്പോൾ മെക്കാനിസം നമുക്കറിയാം, ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. ഫോട്ടോകെമിക്കൽ ക്ലോറിനേഷന് ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ മെക്കാനിസം ഇല്ലെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ഒക്കെ സ്ട്രക്ചറൊക്കെ നമ്മൾ നോക്കിയതാണ്. അപ്പോൾ അതൊന്നുമില്ല, നമുക്കിവിടെ എന്താ വേണ്ടത്? പ്രോഡക്റ്റ് 3 എണ്ണം ഫോം ചെയ്യണത്, അതുപോലെ 2 ഐസോമെറിക് പ്രോഡക്റ്റ്, 4 ഐസോമെറിക് പ്രോഡക്റ്റ്, ഒരു സിംഗിൾ മോണോക്ലോറൈഡ് ഫോം ചെയ്യണതിൻ്റെയൊക്കെ സ്ട്രക്ചർ വരയ്ക്കുകയാണ് നമുക്ക് ചെയ്യേണ്ടത്. C5H12. അപ്പോൾ C5H12 10 12. ഓക്കെ, അപ്പോൾ C5H12 ആണ് സ്ട്രക്ചർ. ഇനി ഇതിൽ ആദ്യത്തെ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയി, ഫോട്ടോകെമിക്കൽ ക്ലോറിനേഷൻ നടന്നു, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയി, ഇവിടെ ഒരു ക്ലോറൈഡ് ഫോം ചെയ്തു. ഓക്കെ, ഇനി അടുത്തത് ഇപ്പുറത്തുനിന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ നോർമൽ പെൻറ്റെയിനിൻ്റെ സ്ട്രക്ചർ ഇവിടെ വരയ്ക്കാം. CH2 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 CH3. ഇവിടെ ആദ്യത്തെ ക്ലോറിൻ ആദ്യത്തെ ഹാലജനിൽ നിന്ന് അല്ലെങ്കിൽ ആദ്യത്തെ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി, അവിടേക്കൊരു ഹാലജൻ വന്നു. ഇനി രണ്ടാമത് ഇവിടെ നിന്ന് മോണോക്ലോറൈഡാണ് ഫോം ചെയ്യണത്. അപ്പോൾ അറ്റ് എ ടൈം ഓരോ ഹൈഡ്രജൻ മാത്രം റിമൂവ് ചെയ്തിട്ട് പ്രോഡക്റ്റ് ഫോം ചെയ്യാം. ഓക്കെ, രണ്ടാമത് ഈ കാർബണിൽ സെക്കൻഡ് കാർബണിലത്തെ ഒരു ഹൈഡ്രജനാണ് പോയത്, അവിടെ ഒരു മോണോക്ലോറൈഡ് ഫോം ചെയ്തു എന്ന് വിചാരിക്കുക. CH3 CHCl CH2 CH2 CH3. ഇനി മൂന്നാമത് ഈ കാർബണിൽ നിന്ന് നോക്കാം. CH3 CH2 CHCl CH2 CH2 CH3. നാലാമത് നമുക്ക് നാലാമത്തെ കാർബണിലത്തെ, അപ്പോൾ CH3 CH2 CH2 CHCl CH3. പിന്നെ ഈ ലാസ്റ്റ് കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയത്, അപ്പോൾ CH3 CH2 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 Cl. ഇനി ഈ പ്രോഡക്റ്റ് ഒക്കെ ഒന്ന് കമ്പയർ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പേര് 1-chloro-pentane. ഇത് 1-chloro-pentane ആണ്. 1-chloro-pentane. ഇതിൻ്റെയോ 1-2 സെക്കൻഡ് പൊസിഷനിലാണ് ക്ലോറിൻ ഉള്ളത്. 2-chloro-pentane. ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ 1 2 3 തേർഡ് പൊസിഷനിലാണ് ക്ലോറിൻ. 1 2 3 4 5 ഒരു ഹൈഡ്രജൻ ഒരു കാർബൺ കൂടുതലായി. അപ്പോൾ നോക്കൂ, 1 2 3 4 5 തേർഡ് കാർബണിൽ ക്ലോറിൻ. അപ്പോൾ അവിടെ 3-chloro-pentane. ഇനി അടുത്തത് ഇത്, ഇവിടെ നിന്ന് നമ്പർ എടുക്കുമ്പോൾ 1 2 3 4-chloro-pentane ആണ്. തിരിച്ച് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4 5, അപ്പോൾ 2-chloro-pentane ആണ്. അപ്പോൾ ഏത് നെയിമാണ് കൂടുതൽ ആപ്റ്റ് ആയിട്ടുള്ളത്? 2-chloro-pentane. കാരണം സബ്സ്റ്റിറ്റ്വൻറ്റിന് നമുക്ക് ലീസ്റ്റ് നമ്പർ കിട്ടണം. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് നമ്പർ ചെയ്യേണ്ടത്. ഇനി ഇതാണെങ്കിലോ, ഇതും അതെ, ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോഴാണ് ഈ ക്ലോറിൻ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്വൻറ്റിന് ലീസ്റ്റ് നമ്പർ കിട്ടുക. അപ്പോൾ ഇത് ഫസ്റ്റ് കാർബൺ ആണല്ലോ. അപ്പോൾ ഇത് ഏതാണ്? 1-chloro-pentane. അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ
ഇതൊരു ടൈപ്പ് 1 ക്ലോറോപെൻറ്റേൻ 1 ക്ലോറോപെൻറ്റേൻ, ഇതൊരു ടൈപ്പ്. രണ്ടാമത്തെ അതായത് ഒരു ഐസോമർ. പിന്നെ രണ്ടാമത് നോക്കൂ 2 ക്ലോറോപെൻറ്റേൻ 2 ക്ലോറോപെൻറ്റേൻ. അപ്പോൾ ഇത് ഒന്നാമത്തെ ഐസോമർ, ഇത് രണ്ടാമത്തെ ഐസോമർ. ഇവിടെ 3 ക്ലോറോപെൻറ്റേൻ, ഇത് മൂന്നാമത്തെ ഐസോമർ. ഇത് രണ്ടും ഇതിൻ്റെ റിപ്പീറ്റേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം, ഇത് ഫസ്റ്റ് ഐസോമർ. 1 ക്ലോറോപെൻറ്റേൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഐസോമർ, പിന്നെ 2 ക്ലോറോപെൻറ്റേൻ എന്ന് പറയുന്നത് സെക്കൻഡ് ഐസോമർ, 3 ക്ലോറോപെൻറ്റേൻ എന്ന് പറയുന്നത് തേർഡ് ഐസോമർ. അപ്പോൾ നോക്കി നോക്കൂ, ഈ C5H12 എന്ന് പറയുന്ന ഈ ഒരു ആൽക്കെയിൻ നോർമൽ പെൻറ്റേൻ ഫോട്ടോകെമിക്കലായിട്ട് ക്ലോറിനേഷൻ നടത്തിയപ്പോൾ മോണോക്ലോറൈഡ് ഫോം ചെയ്തു. അതിൽ 3 ഐസോമർ ഫോം ചെയ്യുന്ന ഇതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഈ ഒരു കോമ്പൗണ്ട് നോർമൽ പെൻറ്റേൻ എടുത്തു കഴിഞ്ഞാൽ 3 ഐസോമറാണ് ഫോം ചെയ്യുക. മനസ്സിലായല്ലോ? നോർമൽ പെൻറ്റേൻ ഫോട്ടോകെമിക്കലായിട്ട് ക്ലോറിനേഷൻ നടത്തിയപ്പോൾ 3 ഐസോമർ ഫോം ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ പെൻറ്റേനെ തന്നെ CH3 CH2 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 CH3 C5H12 എന്ന് പറയുന്ന ആൽക്കെയിൻ, ഇതിനെ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോയിട്ട് ഇവിടേക്ക് ഒരു CH3 ഗ്രൂപ്പ് കൊണ്ടുവന്നു. ഇപ്പോൾ ഒരു 1 2 3 4 5. അപ്പം എങ്ങനെയാണ് നമുക്ക് ഈ കോമ്പൗണ്ട് എഴുതുക, അതായത് 2 മീഥൈൽ ബ്യൂട്ടേൻ. ഇതിൻ്റെയും മോളിക്കുലാർ ഫോർമുല എന്താണ്, C5H12 തന്നെയാണ്. C5H12 തന്നെയാണ് ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല. കോമ്പൗണ്ടിൻ്റെ പേരെന്താ, 2 മീഥൈൽ ബ്യൂട്ടേൻ. ഓക്കെ, ഇനി ഇതിനെ ക്ലോറിനേഷൻ നടത്തി. ആദ്യത്തെ കേസിൽ ഇവിടുന്ന് ക്ലോറിൻ പോയി എന്ന് വിചാരിക്കുക. ഈ ഫസ്റ്റ് കാർബണിൽ നിന്ന് ഈ ഒരു കാർബണിൽ നിന്ന് ക്ലോറിൻ പോയി, ഈ ഒരു കാർബണിൽ നിന്ന് ഹൈഡ്രജൻ പോയി ക്ലോറിൻ വന്നു. അതായത് CH2 CH3 ഇവിടെ ക്ലോറിൻ വന്നു, CH2 CH3. ഇതാദ്യത്തെ ഐസോമർ. ഈ മീഥൈൽ ഗ്രൂപ്പിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ട് ക്ലോറിൻ വന്നിട്ടുള്ള മോണോക്ലോറിൻ ഡെറിവേറ്റീവാണിത്. അതായത് മോണോക്ലോറോ ഡെറിവേറ്റീവാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി എന്ത് ചെയ്യണം, അടുത്തത് ഈ കാർബണിൽ നിന്ന് പോയി എന്ന് വിചാരിക്കുക. ഈ കാർബണിൽ അതിൻ്റെ സ്ട്രക്ചർ നമുക്ക് എഴുതാം, CH3 CH CH2Cl CH2 CH3. ഇനി അടുത്തത് ഏതാണ്, ഈ കാർബണിൽ നിന്ന് പോയത്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെ എഴുതാം, CH3 CH3 CH2 CH3, ഇവിടെ ക്ലോറിൻ വന്നു. ഓക്കെ, അപ്പോൾ 1 2 3 ഐസോമർ ഫോം ചെയ്തു. ഇനി ഇവിടുത്തെ ഈ മൂന്നാമത്തെ കാർബൺ 1 2 3 മൂന്നാമത്തെ കാർബണിൽ നിന്ന് ഒരു ഹൈഡ്രജൻ പോയി അവിടേക്ക് ക്ലോറിൻ വന്നു. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എഴുതാം, CH3 C CH3 CH CH Cl CH3. ഓക്കെ, ഇനി ഒരെണ്ണം അടുത്തത് ഏതാണ്, ഈ കാർബണിൽ നിന്ന്. അപ്പം CH3 C CH3 CH2 CH2 Cl. ഇനി ഇതിൽ ഏതൊക്കെയാണ് സിമിലർ ആയിട്ടുള്ള പ്രോഡക്ട്സ് നോക്കാം. ഇവിടെ നോക്കി, ഇതിനെ നമ്മൾ നെയിം ചെയ്യുമ്പോൾ 1 2 3 4 4 കാർബൺ ആറ്റംസ്. ഫസ്റ്റ് കാർബണിൽ ക്ലോറിൻ വന്നു. അപ്പോൾ എന്താണ്, ഫസ്റ്റ് കാർബൺ ആറ്റത്തിൽ ക്ലോറിൻ. 1 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണിത്. 1 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടൈൻ ഒരു ഐസോമർ. 1 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഇനി അടുത്ത ഐസോമർ ഇത് നോക്കി നോക്കൂ. ഇതിനെ നമ്പർ ചെയ്യുമ്പോൾ ഇവിടുന്ന് നമ്പർ ചെയ്താൽ മതി. അതായത് ക്ലോറിൻ ആണ് പ്രയോറിറ്റി കൂടുതൽ. അപ്പോൾ ഇവിടുന്ന് നമ്പർ ചെയ്യുമ്പോൾ 1 2 3 4. അപ്പോൾ ഇതും അതെ 1 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ്. ഈ രണ്ട് ഐസോമറും ഈ രണ്ട് ഐസോമറിൻ്റെ പേരും 1 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണ്. ഇനി ഇത് നോക്കാം. ഇവിടെ 2 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടൈൻ ആണിത്. 2 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടൈൻ. ഇനി ഈ ഒരു സ്ട്രക്ചർ നോക്കിയാലോ.
ഇവിടെ 1 2 3 3 ക്ലോറോ 2 മീഥൈൽ ബ്യൂട്ടേൻ ആണിത്. അല്ലെങ്കിൽ ക്ലോറിന് ലീസ്റ്റ് നമ്പർ കിട്ടണം, ഇവിടുന്ന് നമ്മൾ നമ്പർ ചെയ്യും. 1 2 3 4 2 ക്ലോറോ 3 മീഥൈൽ ബ്യൂട്ടേൻ ആണിത്. 2 ക്ലോറോ 3 മീഥൈൽ ബ്യൂട്ടേൻ. ഇനി ഈ ഒരു എക്സാമ്പിൾ നോക്കൂ. 1 ക്ലോറോ 3 മീഥൈൽ ബ്യൂട്ടേൻ. 1 ക്ലോറോ 3 മീഥൈൽ ബ്യൂട്ടേൻ. അപ്പം ഇവിടെ നമ്മുടെ 2 മീഥൈൽ ബ്യൂട്ടേൻ C5H12 ഒരു ഐസോമറാണ് 2 മീഥൈൽ ബ്യൂട്ടേൻ എന്ന് പറയുന്നത്. ഈ C5H12 ആണ് C5H12 മോളിക്കുലാർ ഫോമിലുള്ള ഒരു ആൽക്കൈനിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത് 2 മീഥൈൽ ബ്യൂട്ടേൻ. ഇതിനെ നമ്മൾ ഇതേപോലെ ഫോട്ടോ കെമിക്കൽ ക്ലോറിനേഷൻ നടത്തി ഡിഫറെൻറ്റ് മോണോക്ലോറൈഡ് ഫോം ചെയ്തു. അപ്പോൾ എത്ര ഐസോമറാണ് ഫോം ചെയ്തത്? 4 ഐസോമറാണ് ഫോം ചെയ്തത്. അതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിനെ നമ്മൾ ഫോട്ടോ കെമിക്കലായിട്ട് ക്ലോറിനേഷൻ നടത്തിയാൽ 4 മോണോക്ലോറോ ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 4 മോണോക്ലോറോ ഡെറിവേറ്റീവ്സ് ഫോം ചെയ്യുന്ന ആൽക്കൈൻ്റെ പേര് എഴുതാം. എന്തായിരുന്നു? 2 മീഥൈൽ ബ്യൂട്ടേൻ. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ ആൻസർ കണ്ടുപിടിക്കാനുണ്ട്. സിംഗിൾ മോണോക്ലോറൈഡ് ആണ് ഫോം ചെയ്യാൻ പാടുള്ളൂ. സിംഗിൾ മോണോക്ലോറൈഡേ പ്രോഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യാൻ പാടുള്ളൂ. അതായത് ഇതിലത്തെ എല്ലാ ഹൈഡ്രജൻ ആറ്റംസും ഏകദേശം ഒരേപോലെ തന്നെ വരണം. എന്നാൽ മാത്രമേ അതിലൊരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് വരുമ്പോൾ എല്ലാത്തിനും ഒരേ ഫോമുല കിട്ടുള്ളൂ. അപ്പം അതേതാണെന്നും നമുക്ക് നോക്കാം. 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ഇതിലത്തെ ഈ ഹൈഡ്രജൻ നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഹൈഡ്രജൻസും ഒരേപോലെയാണ് അല്ലേ? ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ പ്രോഡക്റ്റ് ഫോം ചെയ്തു. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? CH2Cl CH3 CH3 CH3. ഇതിൻ്റെ പേരെന്താ? 1 ക്ലോറോ 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. 1 ക്ലോറോ 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ഓക്കെ, ഇനി ഇവിടുത്തെ ഒരു ക്ലോറിൻ റീപ്ലേസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തു, ക്ലോറിൻ വന്നു. ഇവിടുത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തു, ക്ലോറിൻ വന്നു. അപ്പോൾ എങ്ങനെയാണ്? അപ്പം ഇങ്ങനെയാവും സ്ട്രക്ചർ. CH2Cl എന്നാവും. അപ്പോൾ അടുത്തത് നമുക്ക് ഇവിടുന്ന് നമ്പർ ചെയ്തൂടെ? 1 2 3. ആദ്യത്തെ കാർബണിൽ ക്ലോറിൻ, രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ്, ഒരു CH3. അപ്പോഴും 1 ക്ലോറോ 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ എന്ന് തന്നെയാണ് പേര്. ഇനി അടുത്തതിൽ ഈ കാർബണിലത്തെ ഒരു ഹൈഡ്രജൻ പോയി. അപ്പോൾ എങ്ങനെയാണ് ഫോം ചെയ്യുക? CH2Cl എന്ന് വന്നു. ഇപ്പോഴും അതെ 1 2 3 ഇങ്ങനെ നമ്പർ ചെയ്തു. രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. ഇതിൻ്റെ പേരും 1 ക്ലോറോ 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ ആണ്. ഇനി അടുത്തത് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പുറത്തുള്ള ഒരു കാർബണിലത്തെ ഈ ഹൈഡ്രജൻ റിമൂവ് ചെയ്തു, ക്ലോറിൻ വന്നു, മോണോക്ലോറോ ഡെറിവേറ്റീവ് ഫോം ചെയ്തു. ഇപ്പോഴും നമുക്ക് ഇവിടുന്ന് നമ്പർ ചെയ്യാം. 1 2 3 എന്ന് നമ്പർ ചെയ്തു. ആദ്യത്തെ കാർബണിൽ ക്ലോറിൻ, രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. അപ്പോൾ ഇവിടെ നോക്കുമ്പോഴും എങ്ങനെയാണ് വന്നത്? 1 ക്ലോറോ 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ഇതിൽ ഏത് ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഇതിലിപ്പോൾ 4 കാർബൺ ആറ്റത്തിൽ ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിലത്തെ ഏത് കാർബണിലത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് മോണോക്ലോറോ ഡെറിവേറ്റീവ് ഫോം ചെയ്താലും എല്ലാം ഒരേ ഐസോമർ തന്നെയാണ്. 1 ക്ലോറോ 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ എന്നുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ഫോം ചെയ്യുക. അതായത് ഒരു സിംഗിൾ മോണോക്ലോറൈഡ് ഈ ഒരു കോമ്പൗണ്ട് എന്താണ് ഫോട്ടോ കെമിക്കൽ ക്ലോറിനേഷൻ നടത്തി കഴിഞ്ഞാൽ ഫോം ചെയ്യുള്ളൂ. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് നമ്മൾ എഴുതിയത്? 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ. ഓക്കെ, അപ്പം നമുക്ക് 2 ഡൈമീഥൈൽ പ്രൊപ്പെയിൻ എന്ന് പറയുന്ന ഈ ഒരു കോമ്പൗണ്ടിൻ്റെ മോളിക്കുലാർ ഫോമുലയും C5H12 ആണ്. അതുപോലെ ഈ നോർമൽ പെൻറ്റൈനിൻ്റെ മോളിക്കുലാർ ഫോമുല നോക്കിയാലും C5H12 ആണ്. അതുപോലെ തന്നെ 2 മീഥൈൽ ബ്യൂട്ടൈനിൻ്റെ കെമിക്കൽ ഫോമുല അല്ലെങ്കിൽ മോളിക്കുലാർ ഫോമുല നോക്കിയപ്പോഴും C5H12 ആണ്. അതിൽ ആദ്യത്തെ ഡൈമീഥൈൽ 2 ഡൈമീഥൈൽ പ്രൊപ്പെയിനെ നമ്മൾ
ഫോട്ടോ കെമിക്കൽ ക്ലോറിനേഷൻ നടത്തിയപ്പോൾ ഒരു സിംഗിൾ മോണോക്ലോറൈഡ് ആണ് ഫോം ചെയ്തത്. കാരണം അതിലത്തെ എല്ലാ ഹൈഡ്രജൻസും ഒരേപോലെ തന്നെയാണ്. അപ്പോൾ ഏത് കാർബണിലത്തെ ഹൈഡ്രജൻ നമ്മൾ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഒരു ക്ലോറിൻ വന്നാലും ഒരേ പ്രോഡക്റ്റ് തന്നെയാണ് ഫോം ചെയ്യുള്ളൂ. ഇനി ഇത് നോർമൽ പെൻറ്റെയിനിൽ നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ 3 ഐസോമെറിക് മോണോക്ലോറൈഡ് ഫോം ചെയ്തു. അതുപോലെ തന്നെ 2-methyl butane, ഇതിൻ്റെ മോളിക്കുലാർ ഫോർമുല C5H12 ആണ്. ഈ കോമ്പൗണ്ട് നമ്മൾ എടുത്തിട്ട് അതിലെ നമ്മൾ ഫോട്ടോ കെമിക്കൽ ക്ലോറിനേഷൻ നടത്തിയപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടിയത്? 4 ഐസോമെറിക് മോണോക്ലോറൈഡ് കിട്ടി. അടുത്ത ചോദ്യം, ഡ്രോ ദ സ്ട്രക്ചേഴ്സ് ഓഫ് മേജർ മോണോഹാലോ പ്രോഡക്ട്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷനിൽ മോണോഹാലോ പ്രോഡക്റ്റ് മേജർ ആയിട്ട് ഫോം ചെയ്യണ മോണോഹാലോ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ എഴുതണം. അപ്പോൾ ആദ്യത്തെയാണ് ആൽക്കഹോൾ തൈനിയൽ ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷൻ. ഇത് സൈക്ലോഹെക്സനോളാണ്, തൈനിയൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്തു. ഏതൊരു ആൽക്കഹോളും തൈനിയൽ ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ OH ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വരും. അപ്പോൾ ഇവിടെ അതേപോലെ ഇവിടുത്തെ OH റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വന്നു, SO2 HCl ബൈ പ്രോഡക്റ്റ് ഫോം ചെയ്തു. ഇനി അടുത്ത റിയാക്ഷനാണ് ഈ ഒരു കോമ്പൗണ്ട് ബ്രോമിൻ ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ UV ലൈറ്റിൻ്റെ പ്രസൻസിൽ അതിനെ ഹീറ്റ് ചെയ്തു, UV ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യിച്ചു. അപ്പോൾ ഇത് ഏത് റിയാക്ഷനാണ് നടക്കുന്നത്? ഫോട്ടോ കെമിക്കൽ ആയിട്ടുള്ള ഹാലോജനേഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആൽക്കൈൽ ഗ്രൂപ്പുകളിലത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഹാലജൻ വരും. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ആൽക്കൈൽ ഗ്രൂപ്പിലത്തെ ഹൈഡ്രജൻസിനെ മാത്രമേ റീപ്ലേസ് ചെയ്യുള്ളൂ, CH2 CH3, ബാക്കി ഈ NO2 ഗ്രൂപ്പ് അവിടെ തന്നെ റിമെയിൻ ചെയ്യും. ആദ്യത്തെ ഈ CH3യിലത്തെ ഈ ഈഥൈൽ ഗ്രൂപ്പിലത്തെ ഈ CH3യെ റീപ്ലേസ് ചെയ്തിട്ട് Cl ഫോം ചെയ്തു. അപ്പോൾ ഇവിടെ ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ആയിരിക്കണം ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തിട്ടുണ്ടാവുക. നമ്മൾ ഹാലജനേഷൻ എന്ന് പറയുന്നത് ഫോട്ടോ കെമിക്കൽ ഹാലജനേഷൻ എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴിയാണ് ഫോം ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ ഫ്രീ റാഡിക്കൽ ഇവിടെയാണ്, അത് വീണ്ടും ക്ലോറിൻ്റെ ഫ്രീ റാഡിക്കലുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് CH2Cl എന്ന് പറയുന്ന മോണോക്ലോറോ പ്രോഡക്റ്റ് ഫോം ചെയ്യണത്. ഇനി അടുത്ത കേസിൽ ഇവിടെ ബ്രോമിൻ ആണ് കേട്ടോ, അപ്പം അതുകൊണ്ട് ബ്രോമിൻ മോണോബ്രോമോ പ്രോഡക്റ്റ് ഫോം ചെയ്യണത്. ഇനി ഇവിടെ ഉണ്ടല്ലോ ആൽക്കൈൽ ഗ്രൂപ്പ്, ഇവിടുത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാം. CH2CH3. അപ്പോൾ അടുത്തത് എവിടെയാണ്? ഇവിടെയാണ് നമ്മുടെ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യണത്, CH2CH3. അപ്പോൾ ഇവിടെയാണ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുക. അടുത്തത് ഈ ഫ്രീ റാഡിക്കൽ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. അപ്പോൾ ഈ രണ്ട് കേസ് നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇത് ഒരു പ്രൈമറി ഫ്രീ റാഡിക്കലാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഈ കാർബൺ ഇപ്പുറത്തൊരു ഗ്രൂപ്പുമായിട്ടും ഇപ്പുറത്ത് വേറൊരു ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതൊരു സെക്കൻഡറി ഫ്രീ റാഡിക്കലാണ്. നമുക്കറിയാം സെക്കൻഡറി ഫ്രീ റാഡിക്കലിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ. അപ്പോൾ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇങ്ങനെയുള്ള ഈ ഒരു പ്രോഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് മേജർ പ്രോഡക്റ്റ് എങ്ങനെ എഴുതാം? CHBr-CH3. ഇതാണ് മേജർ പ്രോഡക്റ്റ്. അല്ലാതെ CH2Br അല്ല മേജർ പ്രോഡക്റ്റ്. കാരണം ഈ റിയാക്ഷൻ പ്രൊസീഡ് ചെയ്യണത് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തിട്ടാണ്. പ്രൈമറി ഫ്രീ റാഡിക്കലിനേക്കാൾ സ്റ്റെബിലിറ്റി കൂടുതലാണ് സെക്കൻഡറി ഫ്രീ റാഡിക്കലിന്. അപ്പോൾ ഈ പ്രോഡക്റ്റാണ് ഇവിടെ മേജർ ആയിട്ടുള്ളത്. അപ്പോൾ മേജർ പ്രോഡക്റ്റ് ഏതാണ്? ഇതാണ് മേജർ പ്രോഡക്റ്റ്. മേജർ മോണോഹാലോ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഇതാണ് മേജറായിട്ട് ഫോം ചെയ്യുന്ന പ്രോഡക്റ്റ്. അതിന് കാരണം നമ്മൾ പറഞ്ഞു എന്താണ്? ഇവിടെ ഒരു സെക്കൻഡറി ഫ്രീ റാഡിക്കലാണ്. മെക്കാനിസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സെക്കൻഡറി ഫ്രീ റാഡിക്കലാണ് ഫോം ചെയ്യുക, ഇവിടെ പ്രൈമറി ഫ്രീ റാഡിക്കലാണ് ഫോം ചെയ്യുക. സെക്കൻഡറിക്കാണ് സ്റ്റെബിലിറ്റി കൂടുതൽ, അതുകൊണ്ട് ഈ പ്രോഡക്റ്റാണ് മേജർ പ്രോഡക്റ്റ്. അപ്പോൾ അടുത്ത ചോദ്യമാണ്, ഈ ഒരു കോമ്പൗണ്ട് HCl ആയിട്ട് ഹീറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെയൊക്കെ മോണോഹാലോ പ്രോഡക്റ്റാണ് ഫോം ചെയ്യുക എന്നുള്ളത് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൽ ഏത് OH ഗ്രൂപ്പാണ് റിയാക്ട് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം. ആൽക്കഹോളിൽ OHനെ റീപ്ലേസ് ചെയ്തിട്ട് ഹാലജൻ വരും, HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യണ സമയത്ത് ഇവിടുത്തെ ഈ വാട്ടർ മോളിക്യൂൾ H2O എലിമിനേറ്റ് ചെയ്യും, ഈ ഹാലജൻ ഇങ്ങോട്ട് വരും. അപ്പോൾ പ്രോഡക്റ്റ് എന്താ ഫോം ചെയ്യുക? CH2Cl ഫോം ചെയ്യും.
ഇവിടെ ഒരു OH ഉണ്ട്. ഇത് റിയാക്ട് ചെയ്യുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഈ ഒരു OH ഗ്രൂപ്പ് റിയാക്ട് ചെയ്യുമോ? ഈ ഒരു OH ഗ്രൂപ്പ് റിയാക്ട് ചെയ്യില്ല. കാരണം ഇത് ഡയറക്റ്റ് അരോമാറ്റിക് ന്യൂക്ലിയസിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള OH ഗ്രൂപ്പാണ്. അതുകൊണ്ട് ഇത് ഇതേപോലെ എന്താണ് HCl ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഇത് ഇതേപോലെ HCl ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ചിട്ട് വാട്ടർ ഇതുപോലെ ഇവിടുന്ന് വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവില്ല. കാരണം ഇത് സ്റ്റേബിൾ ആയിട്ടുള്ള അരോമാറ്റിക് റിങ്ങിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുള്ള OH ഗ്രൂപ്പാണ്. ഇത് ഇവിടുന്ന് പോകുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു OH ഗ്രൂപ്പ് റിയാക്ട് ചെയ്യില്ല. ഇപ്പുറത്തുള്ള OH ഗ്രൂപ്പ് HCl ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് വാട്ടർ ഫോം ചെയ്യും ക്ലോറിൻ ന്യൂക്ലിയസുമായിട്ട് HCl ആയിട്ട് CH2Cl ഫോം ചെയ്യും. വാട്ടർ എലിമിനേറ്റ് ചെയ്യും, ഈ ക്ലോറിൻ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത റിയാക്ഷനാണ് ഇവിടെ ഒരു ആൽക്കീനാണ്. ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ അയഡൈഡ് ആഡ് ചെയ്തു. അപ്പം നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ളത് ആൽക്കീൻ, നോർമൽ ആയിട്ടുള്ള ആൽക്കീനിലേക്ക് ഹൈഡ്രജൻ അയഡൈഡ് ആഡ് ചെയ്യുമ്പോൾ ആൽക്കൈൽ അയഡൈഡ്സ് ഫോം ചെയ്യും എന്നുള്ളത് അറിയാം. പക്ഷേ ഇതൊരു ആൽക്കീനാണ്. അപ്പോൾ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ ആയിട്ടുള്ളൊരു ആയിട്ടുള്ളൊരു റിയേജൻ്റ് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അതിനൊരു റൂള് പറഞ്ഞിട്ടുണ്ടല്ലോ, മാർക്കോണിക്കോവ്സ് റൂൾ അല്ലേ? മാർക്കോണിക്കോവ്സ് റൂളാണ്. അപ്പോൾ മാർക്കോണിക്കോവ്സ് റൂളിന് അനുസരിച്ചിട്ടാണ് ഇവിടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുക. അപ്പോൾ മാർക്കോണിക്കോവ്സ് റൂൾ അനുസരിച്ചിട്ട് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലേക്ക് ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻ്റ് ആഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇതിപ്പോൾ H+ഉം I- ആയിട്ടാണ് നിൽക്കുക. അതിൻ്റെ നെഗറ്റീവ് പാർട്ട് ഹൈഡ്രജൻ ആറ്റം കുറവുള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്യും എന്നുള്ളതാണ് റൂള് പറയണത്. അപ്പോൾ ഇത് ബ്രേക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1, 2, 3 ഇവിടെ ഹൈഡ്രജൻ ഇല്ല. 1, 2, 3, 4 ഇവിടുത്തെ ഈ കാർബണിലത്തെ എല്ലാ വാലൻസിയും സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടെ ഹൈഡ്രജൻ ഇല്ല. ഇപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3 ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇതൊരു ആൽക്കീനാണ്, അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആൽക്കീനാണ്. അതിലേക്ക് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ എവിടെയാണോ ഹൈഡ്രജൻ കുറവ് അവിടേക്ക് ഈ നെഗറ്റീവ് പാർട്ട് അറ്റാച്ച് ചെയ്യും. ഈ I- എന്നുള്ളൊരു പാർട്ട് ഹൈഡ്രജൻ കുറവായിട്ടുള്ള ഈ കാർബണിലേക്കാണ് വരിക. അപ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക? ഇവിടേക്ക് ഈ ബോണ്ട് ബ്രേക്ക് ചെയ്യും, ഇവിടേക്ക് അയഡിൻ വരും, ഇപ്പുറത്ത് ഹൈഡ്രജൻ വരും. അങ്ങനെയാണ് നമ്മുടെ പ്രോഡക്റ്റ് ഫോം ചെയ്യുക. അപ്പോൾ നമുക്കതൊന്ന് നോട്ട് ചെയ്യാം. ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഇവിടെ CH3, ഇവിടേക്ക് I വന്നു, I വന്നു, അവിടെ ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ വന്നു. ആ ഹൈഡ്രജൻ വന്നത് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ഇവിടെ ഈ കാർബൺ വാലൻസി സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും സഫീഷ്യൻ നമ്പർ ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ള അസംഷനാണ്. നമ്മളത് പ്രത്യേകം നോട്ട് ചെയ്യലില്ല. ഹൈഡ്രജൻ അല്ലാതെ വേറെ ഏതെങ്കിലും വരുമ്പോഴാണ് നമ്മളവിടെ എഴുതൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിയാക്ഷൻ നടക്കുന്നത് മാർക്കോണിക്കോവ്സ് റൂൾ അനുസരിച്ചിട്ടാണ്. നമ്മളിപ്പോൾ നേരത്തെ ആൽക്കൈൽ ഹാലൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന റിയാക്ഷനുമായിട്ട് സിമിലാരിറ്റി ഉണ്ട്. ആൽക്കൈൽ ഹാലൈഡ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, പൊട്ടാസ്യം അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഹൈഡ്രജൻ അയഡൈഡ് ഫോം ചെയ്തിട്ട് ആ ഹൈഡ്രജൻ അയഡൈഡിലത്തെ അയഡിനേഷന് വേണ്ടിയിട്ട് ആൽക്കൈൽ അയഡൈഡ് ഫോം ചെയ്യുന്ന റിയാക്ഷൻസ് നമ്മൾ നോക്കിയതാണ്. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇതൊരു ആൽക്കീനാണ്, അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനാണ്. അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലേക്ക് ഒരു അൺസിമെട്രിക്കൽ റിയേജൻ്റ് ആഡ് ചെയ്യുമ്പോൾ മാർക്കോണിക്കോവ്സ് റൂൾ അനുസരിച്ചിട്ടാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. മാർക്കോണിക്കോവ്സ് റൂൾ പറയുന്നത് എന്താ? ഇതിലത്തെ ഈ റിയേജൻറ്റിൻ്റെ നെഗറ്റീവ് പാർട്ട്, അതായത് ഇവിടുത്തെ I- നെഗറ്റീവ് പാർട്ട് ഓഫ് ദ എഡൻഡം ഇസ് ആഡഡ് ടു ദാറ്റ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇതിൽ ഏത് കാർബണിലാണോ ഹൈഡ്രജൻ ആറ്റം കുറവ് അവിടേക്കാണ് ഈ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻറ്റിൻ്റെ നെഗറ്റീവ് പാർട്ട് വരിക. ഇവിടെ ഈ കാർബണിലാണ് ഹൈഡ്രജൻ ഒന്നുമില്ല, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടെയാണ് ഹൈഡ്രജൻ കുറവുള്ള കാർബൺ ആറ്റം. അപ്പോൾ ഇവിടേക്ക് അയഡിൻ വന്നു, പ്രോഡക്റ്റ് ഫോം ചെയ്യും. അടുത്ത ചോദ്യമാണ്, ഡ്രോ ദ സ്ട്രക്ചേഴ്സ് ഓഫ് മേജർ മോണോഹാലോ പ്രോഡക്ട്സ് ഇൻ ഈച്ച് ഓഫ് ദ ഫോളോയിങ് റിയാക്ഷൻ. ഈ റിയാക്ഷൻസിൽ മോണോഹാലോ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം തൈനിയൽ ക്ലോറൈഡുമായിട്ടുള്ളൊരു റിയാക്ഷനാണ്. ഒരു ആൽക്കഹോള് തൈനിയൽ ക്ലോറൈഡുമായിട്ടുള്ള റിയാക്ഷനാണ്. അപ്പോൾ ഇത് നമ്മൾ നോക്കിയതാണ്, ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു തൈനിയൽ ക്ലോറൈഡ് വെച്ചിട്ട് റിയാക്ട് ചെയ്യണത്. ആൽക്കഹോൾസിനെ തൈനിയൽ ക്ലോറൈഡ് വെച്ച് റിയാക്ട് ചെയ്യുമ്പോൾ OH ഗ്രൂപ്പ് റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ക്ലോറിൻ വരും. അപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് എഴുതാം, Cl. പിന്നെ അതുപോലെ
SO2 HCl ഒക്കെ ബൈ പ്രോഡക്ട്സ് ആയിട്ട് ഫോം ചെയ്യും. നമ്മുടെ മേജർ മോണോ ഹാലോ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഈ OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് തൈനിയൽ ക്ലോറൈഡിൽ Cl വരും. അടുത്തൊരു റിയാക്ഷനാണ് ഈ ഒരു കോമ്പൗണ്ട് ബ്രോമിൻ ഹീറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ UV ലൈറ്റിൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്യുന്ന റിയാക്ഷൻ, ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുക. അതായത് ഒരു കോമ്പൗണ്ട് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുക ഹീറ്റിൻ്റെ അല്ലെങ്കിൽ UV ലൈറ്റിൻ്റെ പ്രസൻസിൽ. അപ്പം നമുക്കറിയാം ഏതൊരു ആൽക്കെയിനും ബ്രോമിൻ്റെ പ്രസൻസിൽ ഹീറ്റിൻ്റെ പ്രസൻസിൽ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുക ഇൻ പ്രസൻസ് ഓഫ് ഹീറ്റ് അല്ലെങ്കിൽ UV ലൈറ്റിൻ്റെ പ്രസൻസിൽ ബ്രോമിനുമായിട്ടോ ഏതെങ്കിലും ഹാലജൻസുമായിട്ട് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടക്കും. ഈ ആൽക്കൈൽ ഗ്രൂപ്പുകളിലെ അല്ലെങ്കിൽ ആൽക്കെയിനിലെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഏത് ഹാലജൻ ആയിട്ടാണോ റിയാക്ട് ചെയ്തത് ആ ഹാലജൻ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ അതൊരു ഫ്രീ റാഡിക്കൽ മെക്കാനിസം ആണ്. അപ്പോൾ ഇവിടെ ഇതിൽ നിന്നൊരു ഹാലജനെ മോണോ ഹാലോ പ്രോഡക്റ്റ് ആണ്, അതായത് ഒരൊറ്റ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ഹാലജൻ വരുമ്പോഴത്തെ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചറാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതുകയാണെങ്കിൽ ആദ്യം ഇവിടെ നിന്നൊരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ഹാലജൻ ഫോം ചെയ്യും, അതുപോലെ ഇതിൽ നിന്നൊരു ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്തിട്ട് ഒരു ഹാലജൻ ഫോം ചെയ്യും. മേജർ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചറാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് സ്ട്രക്ചറും നോക്കാം, ഏതാണ് മേജർ എന്ന് നോക്കാം. CH2, ഇവിടെ CH2 ഒരു ഫ്രീ റാഡിക്കിൾ ഫോം ചെയ്യും, അതുപോലെ ബ്രോമിൻ്റെ ഫ്രീ റാഡിക്കിളുമായിട്ട് എന്ത് ചെയ്യും, ഇത് റിയാക്ട് ചെയ്യും, ഇതിൻ്റെ ഇടയിൽ ബോണ്ട് ഫോം ചെയ്യും. ഈ രണ്ടും ഫ്രീ റാഡിക്കൽസ് തമ്മിൽ റിയാക്ട് ചെയ്തിട്ട് ബോണ്ട് ഫോം ചെയ്യും. ബാക്കിയുള്ള സ്ട്രക്ചറൊക്കെ അതുപോലെ തന്നെ, വേറെ എവിടെയും റിയാക്ഷൻ നടക്കണില്ല. ഇനി അടുത്തത് ഈ കാർബണിലുള്ള ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ബ്രോമിൻ വരാം. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് നോക്കാം. CH2 CH3. ഇപ്പം ഇവിടുന്ന് ഹൈഡ്രജൻ പോയി, ഇവിടുന്ന് ഹൈഡ്രജൻ പോകുമ്പോൾ ഇവിടെ ഈ കാർബണിലാണ് ഫ്രീ റാഡിക്കിൾ ഫോം ചെയ്യുക, ഇവിടേക്ക് ബ്രോമിൻ വരും, ഈ ബ്രോമിൻ്റെ ഫ്രീ റാഡിക്കിളും കൂടെ റിയാക്ട് ചെയ്തിട്ട് എന്താണ് ഇവിടെ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു റിയാക്ഷനിൽ നമുക്ക് രണ്ടിൻ്റെയും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഫോം ചെയ്തിട്ടുള്ള ഈ ഒരു ഫ്രീ റാഡിക്കിളും ഇവിടെ ബോണ്ട് ഫോം ചെയ്യണേക്ക് മുന്നേ ഇവിടെയാണല്ലോ ഫ്രീ റാഡിക്കിൾ ഫോം ചെയ്തത്. ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊരു പ്രൈമറി ആയിട്ടുള്ള ഫ്രീ റാഡിക്കിളാണ്, ഇതൊരു സെക്കൻഡറി ഫ്രീ റാഡിക്കിളാണ്. അപ്പോൾ നമുക്കറിയാം ഫ്രീ റാഡിക്കിൾസിൻ്റെ സ്റ്റെബിലിറ്റി നോക്കുകയാണെങ്കിൽ ടെർഷ്യറി ഫ്രീ റാഡിക്കിൾ അതുപോലെ തന്നെ അതിനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി, അത് കഴിഞ്ഞിട്ട് സെക്കൻഡറി, പിന്നെയാണ് പ്രൈമറി. അപ്പോൾ ഇവിടെ ഫ്രീ റാഡിക്കിൾസിൻ്റെ സ്റ്റെബിലിറ്റി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇതിനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത്. അപ്പോൾ ഇത് കമ്പൈൻ ചെയ്തിട്ട് ബോണ്ട് ഫോം ചെയ്യുന്നതായിരിക്കും നമ്മുടെ മേജർ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ മേജർ പ്രോഡക്റ്റ് ഈ സെക്കൻഡ് കാർബണിലത്തെ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ബ്രോമിൻ വരുന്നതാണ്. അപ്പോൾ ഇതാണ് മേജർ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഈ ഒരു മോണോ ഹാലോ പ്രോഡക്റ്റ് ആണ്, ഒരൊറ്റ ഹാലജൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വരുന്ന മേജർ പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് ഇത് മാത്രം എഴുതിയാൽ മതി. ഇത് മേജർ പ്രോഡക്റ്റ് അല്ല. ഇത് മേജർ പ്രോഡക്റ്റ് ആവാത്തതിന് കാരണം ഫ്രീ റാഡിക്കൽസിൻ്റെ സ്റ്റെബിലിറ്റി ആയിട്ട് കമ്പയർ ചെയ്തിട്ട് നമുക്ക് പറയാം. നമുക്കറിയാം പ്രൈമറി ഫ്രീ റാഡിക്കൽസിനേക്കാളും സ്റ്റേബിളാണ് സെക്കൻഡറി ഫ്രീ റാഡിക്കൽ. അപ്പോൾ അതുകൊണ്ട് ഇതിനാണ് സ്റ്റെബിലിറ്റി കൂടുക. അടുത്ത റിയാക്ഷനും അതെ HCl ആയിട്ടുള്ള റിയാക്ഷനാണ്. നമ്മൾ പറഞ്ഞു ആൽക്കഹോൾസിൽ നിന്ന് ഹാലോ ആൽക്കെയിൻസ് പ്രിപ്പയർ ചെയ്യണ ഒരു മെത്തേഡിൽ പെടുന്നത് തന്നെയാണ് HCl ആയിട്ട് റിയാക്ട് ചെയ്യുക. നമ്മൾ നേരത്തെ നോക്കിയിട്ടുള്ള ഒരു എക്സാമ്പിൾ തൈനിയൽ ക്ലോറൈഡ് SOCl2 ആയിട്ടുള്ള റിയാക്ഷൻ ആയിരുന്നു. അവിടെ OH ഗ്രൂപ്പിനെ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വന്നു. ഇവിടെ HCl ആയിട്ടുള്ള റിയാക്ഷനിലും അതെ OHനെ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വരും. അപ്പോൾ എന്താണ് ആൽക്കഹോളിൽ OHനെ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ ആ ഒരു പ്രോഡക്റ്റാണ് ഇവിടെ എഴുതേണ്ടത്. CH2Cl ബൈ പ്രോഡക്റ്റായിട്ട് H2O. ഇനി ഇവിടെ എന്തുകൊണ്ടാണ് ഈ OH റീപ്ലേസ് ചെയ്യാഞ്ഞ്? OHനെ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വരുമെന്ന് പറഞ്ഞു. ഇത് ഇവിടുത്തെ OHനെ റീപ്ലേസ് ചെയ്തിട്ട് ക്ലോറിൻ വന്നു, പക്ഷേ ഇവിടെ ഒരു OH ഗ്രൂപ്പും കൂടി ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ OHനെ റീപ്ലേസ് ചെയ്യാഞ്ഞത്? അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഈ OH ഗ്രൂപ്പ് അരോമാറ്റിക് സ്റ്റേബിൾ ആയിട്ടുള്ള അരോമാറ്റിക് റിങ്ങുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ്. ഈ OHനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ക്ലോറിൻ വരിക എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്റ്റെബിലിറ്റി നമ്മൾ ഇതിനെ
ഇവിടുന്ന് ബ്രേക്ക് ചെയ്യണമല്ലോ, ബ്രേക്ക് ചെയ്തിട്ടല്ലേ ക്ലോറിൻ വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിനെ ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് സ്റ്റേബിൾ ആയിട്ടുള്ള ഈ അരോമാറ്റിക് റിങ്ങിൻ്റെ സ്റ്റെബിലിറ്റി നഷ്ടപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ OH റിയാക്ഷനിൽ പങ്കെടുക്കില്ല. ഇവിടുത്തെ OH റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ക്ലോറിൻ വരും. അടുത്തത് ഒരു കോമ്പൗണ്ട് അവിടെ ഹൈഡ്രജൻ അയഡൈഡുമായിട്ടുള്ള റിയാക്ഷനാണ്. ഇത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ഒരു ആൽക്കീനാണ് അല്ലേ. അരോമാറ്റിക് ആയിട്ടുള്ള ബെൻസീൻ പോലത്തെ റിങ് അല്ലാതെ ഇവിടെ ഒരേ ഒരു ഡബിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. ഒരു സൈക്ലോ ആൽക്കീനാണ്. ഈ ആൽക്കീൻ്റെ ഒരു ഭാഗത്ത് CH3യും ഇവിടെ ഒരു ഹൈഡ്രജനും. അപ്പോൾ ഇങ്ങനെയാണ് ഈ ആൽക്കീൻ. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ ഇതൊരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു ആൽക്കീനാണ്. ഈ അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ആൽക്കീനിലേക്കാണ് നമ്മൾ ഹൈഡ്രജൻ അയഡൈഡ് ആഡ് ചെയ്യണത്, ഒരു അൺസിമെട്രിക്കൽ ആയിട്ടുള്ള റിയേജൻ്റ് ആഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു അൺസിമെട്രിക്കൽ ആൽക്കീനിലേക്ക് അൺസിമെട്രിക്കൽ ആയിട്ടുള്ള ഒരു റിയേജൻ്റ് അഡൻഡം ആഡ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ നെഗറ്റീവ് പാർട്ട്, അപ്പോൾ ഇതെങ്ങനെ അയണൈസ് ചെയ്യുക, H+ഉം I- ആയിട്ട് അയണൈസ് ചെയ്യും. ഇതിൻ്റെ ഈ I- എന്ന് പറയുന്ന നെഗറ്റീവ് പാർട്ട് എവിടേക്കാണ് പോവുക, ഏത് കാർബൺ ആറ്റത്തിലാണോ ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റംസ് ഉള്ളത് അവിടേക്ക് പോകും. അതാണ് നമ്മൾ മാർക്കോണിക്കോവ്സ് റൂളിൽ പഠിച്ചിരിക്കുന്നത്. ദ നെഗറ്റീവ് പാർട്ട് ഓഫ് ദ അഡൻഡം ഗെറ്റ് ആഡഡ് ടു ദാറ്റ് കാർബൺ ആറ്റം കണ്ടെയ്നിങ് ലെസർ നമ്പർ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഏത് കാർബണിലാണോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ എണ്ണം കുറവ് ആ കാർബണിലേക്കാണ് ഇവിടുത്തെ ഈ ആഡ് ചെയ്യണ റിയേജൻറ്റിൻ്റെ നെഗറ്റീവ് പാർട്ട് പോവുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 4 വാലൻസി സാറ്റിസ്ഫൈഡ് ആണ്. ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാലോ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ ഒന്നുമില്ല, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട്. അപ്പോൾ ഹൈഡ്രജൻ കുറവുള്ളതെന്ന് പറഞ്ഞാൽ ഈ പൊസിഷനാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, റിയാക്ഷനിൽ ഈ ബോണ്ട് ആദ്യം ബ്രേക്ക് ചെയ്യും. ഈ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടേക്ക് ഒരു ഹൈഡ്രജനും വരും, ഇപ്പുറത്തേക്ക് ഹൈഡ്രജൻ അയഡായിട്ടുള്ള പോസിറ്റീവ് പാർട്ട് ഇവിടേക്കും അറ്റാച്ച് ചെയ്യും, നെഗറ്റീവ് പാർട്ട് ഇവിടേക്കും അറ്റാച്ച് ചെയ്യും. അപ്പോൾ ഇവിടെ ഹൈഡ്രജൻ 2 ഹൈഡ്രജൻ വരും. ആ ഹൈഡ്രജനെ നമ്മൾ പ്രോഡക്റ്റിൽ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഓക്സിജൻ കാർബൺ ഒഴികെ ബാക്കിയുള്ള വാലൻസി ഒക്കെ ഹൈഡ്രജൻ വെച്ചിട്ടാണ് സാറ്റിസ്ഫൈ ചെയ്യുക. കാർബണും ഹൈഡ്രജനും നമ്മൾ പ്രത്യേകിച്ച് എഴുതി റെപ്രസെൻറ്റ് ചെയ്യില്ല, അത് കഴിഞ്ഞിട്ട് വരുന്ന സബ്സ്റ്റിറ്റ്യൂവൻസ് ആണ് നമ്മൾ എഴുതലുള്ളൂ. അപ്പോൾ ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ട്, അത് നമുക്ക് പ്രത്യേകം എഴുതിയില്ലെങ്കിലും അണ്ടർസ്റ്റുഡ് ആണ്, ഇവിടെ ഹൈഡ്രജൻ ഉണ്ട് എന്നുള്ളത് അണ്ടർസ്റ്റുഡ് ആണ്. പ്രോഡക്റ്റിൻ്റെ സ്ട്രക്ചർ നമുക്ക് ഇങ്ങനെ എഴുതാം. അതായത് ഈ ഡബിൾ ബോണ്ട് ബ്രേക്ക് ചെയ്തു, ഹൈഡ്രജൻ കുറവുള്ള കാർബണിലേക്ക് നെഗറ്റീവ് റിയേജൻറ്റിൻ്റെ നെഗറ്റീവ് പാർട്ട് വന്നിട്ട് അറ്റാച്ച് ചെയ്തു, പോസിറ്റീവ് പാർട്ട് അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തുള്ള കാർബണിലേക്ക് അറ്റാച്ച് ചെയ്തു. അങ്ങനെ പ്രോഡക്റ്റ് ഫോം ചെയ്തു. അപ്പോൾ ഈ റൂളിനെയാണ് നമ്മൾ മാർക്കോണിക്കോവ്സ് റൂൾ എന്ന് പറയുക. പ്രോഡക്റ്റ് മാർക്കോണിക്കോവ്സ് റൂളിനനുസരിച്ചിട്ടുള്ള പ്രോഡക്റ്റാണ് ഫോം ചെയ്യുക. അടുത്തതാണ് CH3CH2Br + NaI. അപ്പോൾ CH3CH2Br NaI ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ അയഡിൻ ബ്രോമിനെ റീപ്ലേസ് ചെയ്തിട്ട് അയഡിൻ വരും. CH3CH2I + NaBr ഫോം ചെയ്യും. ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു എക്സ്ചേഞ്ച് നടന്നത്? I- എന്ന് പറയുന്നത് Br- സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോഫൈലാണ്. അതുകൊണ്ട് എന്തുണ്ട്, I- ഇതിൽ നിന്ന് ബ്രോമിനെ റീപ്ലേസ് ചെയ്യിപ്പിക്കാനുള്ള ടെൻഡൻസി ഉണ്ട്, അല്ലെങ്കിൽ കേപ്പബിലിറ്റി ഉണ്ട്. അപ്പോൾ ഇവിടെ I- എന്ന് പറയുന്നത് Br- സ്ട്രോങ്ങർ ആയിട്ടുള്ള ന്യൂക്ലിയോഫൈൽ ആയതുകൊണ്ട് ഇതിലത്തെ Br-നെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് വരും, I വരും. അതാണ് നമ്മുടെ മേജർ പ്രോഡക്റ്റ്. ഇനി അടുത്ത ഈ ഒരു റിയാക്ഷനാണ് സൈക്ലോ ആൽക്കീൻ. സൈക്ലോഹെക്സീനാണിത്. ബ്രോമിനുമായിട്ട് ഹീറ്റിൻ്റെ പ്രസൻസ്, ഹീറ്റ് അല്ലെങ്കിൽ UV ലൈറ്റുമായിട്ട് റിയാക്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ റാഡിക്കൽ ഹാലജനേഷൻ തന്നെയാണ്. ഫ്രീ റാഡിക്കൽ മെക്കാനിസം വഴി ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, അവിടെ ഹാലജൻ വന്നിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ റിയാക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എന്താണ്, മാർക്കോണിക്കോവ്സ് അഡീഷൻ പോലെ ഈ ഡബിൾ ബോണ്ടിൽ ആഡ് ചെയ്യില്ല, മറിച്ച് UV ലൈറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ ഹീറ്റിൻ്റെ പ്രസൻസിൽ നമ്മളതിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഫ്രീ റാഡിക്കിൾ ഫോം ചെയ്യും. ഈ ഫ്രീ റാഡിക്കിൾ ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് ഈ ഫ്രീ റാഡിക്കിൾ എന്ത് ചെയ്യും, ബ്രോമിൻ ഫ്രീ റാഡിക്കിളുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും, ഇവിടെ Br സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള പ്രോഡക്റ്റ് ഫോം ചെയ്യും. ഈ ഡബിൾ ബോണ്ട് ഇവിടെ തന്നെ റിമെയിൻ ചെയ്യും. എന്തുകൊണ്ടാണ് ഫ്രീ റാഡിക്കിൾ ഇവിടെ ഫോം ചെയ്തത്? ഇവിടെ അല്ലെങ്കിൽ ഇവിടെയാണ് ഫ്രീ റാഡിക്കിൾ ഫോം ചെയ്യണത്. എന്തുകൊണ്ട് ഇവിടെയൊന്നും ഫ്രീ റാഡിക്കിൾ ഫോം ചെയ്യാത്തത്, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് എന്തുകൊണ്ടാണ് മേജർ ആയിട്ട് വരുന്ന പ്രോഡക്റ്റ്? അപ്പോൾ നമുക്കിതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഫ്രീ റാഡിക്കിളിൻ്റെ അടുത്തതിൽ
ഒരു കാർബൺ കഴിഞ്ഞ് അടുത്ത കാർബണിൽ ഡബിൾ ബോണ്ട് ഉണ്ട്. ഇങ്ങനത്തെ ഫ്രീ റാഡിക്കലിനെ നമ്മൾ എന്താ പറയുക? അലൈൽ ഫ്രീ റാഡിക്കൽ എന്നാണ് പറയുക. അലൈൽ ഫ്രീ റാഡിക്കലാണത്. ഈ അലൈൽ ഫ്രീ റാഡിക്കൽ എക്സെപ്ഷനലി സ്റ്റേബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യില്ല. ഒന്നില്ലെങ്കിൽ ഇവിടെ അല്ലെങ്കിൽ ഈ കാർബണിലാണ് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്യുള്ളൂ. ഇവിടെ രണ്ട് സ്ഥലത്ത് ഫ്രീ റാഡിക്കൽ ഫോം ചെയ്താലും ഈ പ്രോഡക്റ്റാണ് മേജർ പ്രോഡക്റ്റ് ഫോം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൽക്കീൻ ബ്രേക്ക് ചെയ്തിട്ട് അഡീഷൻ അല്ല നടക്കുക. ഇവിടെ എന്താ നടക്കുന്നത്? ഹാലജനേഷൻ, സബ്സ്റ്റിറ്റ്യൂഷനാണ്. ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനാണ് നടക്കുന്നത്. ഇവിടെ മാത്രമേ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുള്ളൂ. അതിനുള്ള കാരണം അലൈൽ ഫ്രീ റാഡിക്കൽ എക്സെപ്ഷനലി സ്റ്റേബിൾ ആണ്. അലൈൽ ഫ്രീ റാഡിക്കലിന് നല്ലപോലെ സ്റ്റെബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഫോം ചെയ്യുന്ന ഫ്രീ റാഡിക്കൽസ് ആണ് സ്റ്റേബിൾ ആയിട്ട് മേജർ പ്രോഡക്റ്റ് ഫോം ചെയ്യുക. ഇവിടെയൊക്കെ ഫ്രീ റാഡിക്കൽ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുമെങ്കിലും മേജർ പ്രോഡക്റ്റ് ഇത് തന്നെയാണ്. അടുത്ത ചോദ്യമാണ്, അറേഞ്ച് ഈച്ച് സെറ്റ് ഓഫ് കോമ്പൗണ്ട്സ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിങ് ബോയിലിംഗ് പോയിന്റ്. ഇതിലത്തെ ഓരോ സെറ്റും ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെയാണ് ബ്രോമോമീഥെയ്ൻ, ബ്രോമോഫോം, ക്ലോറോമീഥെയ്ൻ, ഡൈബ്രോമോമീഥെയ്ൻ. അപ്പോൾ നമുക്കറിയാം ബ്രോമോമീഥെയ്ൻ, ബ്രോമോഫോം, ക്ലോറോമീഥെയ്ൻ, ഡൈബ്രോമോമീഥെയ്ൻ. അപ്പോൾ നമുക്ക് ഓരോന്നിലും ബ്രോമോമീഥെയ്ൻ എന്ന് പറയുമ്പോൾ എന്താ? CH3Br. മീഥെയ്ൻ CH4 ആണ്. അതിലത്തെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്തിട്ട് ബ്രോമിൻ വന്നു. ബ്രോമോഫോം, ക്ലോറോഫോം എന്ന് കേട്ടിട്ടില്ലേ? CHI3. അതുപോലെ ബ്രോമോഫോം എന്ന് പറയുമ്പോൾ CHBr3 ആണ്. 3 ബ്രോമിൻ വരണതാണ്. അതായത് CH4 അല്ലേ, അതിലത്തെ 4 ഇതാണ്. അതിലത്തെ 4 ഹൈഡ്രജനിലത്തെ 3 എണ്ണത്തിനെയും ബ്രോമിൻ വെച്ചിട്ട് റീപ്ലേസ് ചെയ്യണതാണ് ബ്രോമോഫോം, CHBr3. അതുപോലെ അടുത്തതാണ് ക്ലോറോമീഥെയ്ൻ, CH3Cl. അടുത്തതാണ് ഡൈബ്രോമോമീഥെയ്ൻ, CH2Br2. ഇനി ഇതിനെ എന്തിൻ്റെ ഓർഡറിൽ നമുക്ക് എഴുതണം? ഇതിനെ അതിൻ്റെ ബോയിലിംഗ് പോയിന്റിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതണം. അപ്പോൾ നമുക്ക് ഹാലോ ആൽക്കെയ്ൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ് എങ്ങനെയൊക്കെയാണ് വേരി ചെയ്യണത് എന്നുള്ളത് നമുക്കറിയണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഹാലജൻ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഹാലോ ആൽക്കെയ്ൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഏറ്റവും ചെറിയ ഹാലജൻ എന്ന് പറയുന്നത് ഫ്ലൂറിൻ, പിന്നെ ക്ലോറിൻ, പിന്നെ ബ്രോമിൻ, പിന്നെ അയഡിൻ, എസ്റ്റാറ്റിൻ. അങ്ങനെയാണ് ഹാലജൻസ് വരുന്നത്. അപ്പോൾ താഴത്തേക്ക് വരുന്നതോറും ഹാലജൻ ആറ്റത്തിൻ്റെ സൈസ് കൂടും. അപ്പോൾ നമുക്ക് മനസ്സിലായി ക്ലോറിനേക്കാളും സൈസ് കൂടുതലാണ് ബ്രോമിന്. അപ്പോൾ CH3Br-ഉം അതുപോലെ CH3Cl-ഉം കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സൈസ് ബ്രോമിൻ വരുന്നതിനായിരിക്കും. എല്ലാത്തിലും ബ്രോമിനാണ് വരുന്നത്. അപ്പോൾ ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് CH3Cl-നായിരിക്കും. കാരണം അതിനാണ് എന്തുള്ളത്? ക്ലോറിൻ ഉള്ളത്. സൈസ് കുറഞ്ഞ ക്ലോറിൻ ക്ലോറോമീഥെയ്നിലാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ പേര് തന്നെ എഴുതാം, ക്ലോറോമീഥെയ്ൻ. ക്ലോറോമീഥെയ്നിലാണ് ബോയിലിംഗ് പോയിന്റ് കുറവ്. ബോയിലിംഗ് പോയിന്റ് കുറയാനുള്ള കാരണം ക്ലോറോമീഥെയ്നിൽ ക്ലോറിനാണ്, ബാക്കിയുള്ളതിനൊക്കെ ബ്രോമിനാണ് വരുന്നത്. അപ്പോൾ ക്ലോറിനേക്കാൾ സൈസ് കൂടുതലാണ് ബ്രോമിൻ. ആസ് ദ സൈസ് ഓഫ് ദ ഹാലജൻ ആറ്റം ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. ഹാലജൻ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ഇനി ഈ CH3Br, CH2Br2, അതുപോലെ തന്നെ CHBr3, ഇതിലൊക്കെ ഹാലജൻ ആറ്റത്തിൻ്റെ എണ്ണം വ്യത്യാസമാണ്. എല്ലാത്തിലും ബ്രോമിനാണ്, പക്ഷേ എണ്ണത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. ഇതിലൊരു ബ്രോമിനേ ഉള്ളൂ, ഇതിൽ 2 ബ്രോമിൻ വരുന്നുണ്ട്, ഇവിടെ 3 ബ്രോമിൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പോയിന്റ് ആലോചിക്കണം. ആസ് ദ നമ്പർ ഓഫ് ഹാലജൻ ആറ്റംസ് ഇൻക്രീസസ്, ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്തിൻ്റെ ഓർഡറിലാണ്? ഹാലജൻ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 2 പോയിന്റ്, സൈസ് ഓഫ് ദ ഹാലജൻ ആറ്റം, ഹാലജൻ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അതുകൊണ്ട് ഏറ്റവും കുറവ് ബോയിലിംഗ് പോയിന്റ് ക്ലോറോമീഥെയ്നാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ബ്രോമിൻ വരുന്ന ബ്രോമോമീഥെയ്നാണ് അതിനേക്കാൾ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉള്ളത്, ബ്രോമോമീഥെയ്ൻ. അത് കഴിഞ്ഞിട്ട് 2 ബ്രോമിനാറ്റം വരുന്ന ഡൈബ്രോമോമീഥെയ്നാണ് അതിനേക്കാൾ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവുക, ഡൈബ്രോമോമീഥെയ്ൻ. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? ബ്രോമോഫോം. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? ബ്രോമോഫോം, CHBr3. ഇനി അടുത്ത എക്സാമ്പിള് ക്ലോറോപ്രൊപ്പെയിൻ,
ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്, ക്ലോറോബ്യൂട്ടേൻ. ഇതിലെല്ലാം ഹാലജൻ ആറ്റം സെയിം ആണ്, ക്ലോറിൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇതിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഏതിനാണ് കൂടുക ഏതിനാണ് കുറയുക എന്നൊന്നും പറയാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ എന്ത് വേണം, നമ്മൾ ഒരു പോയിന്റ് ഓർത്ത് വെച്ചത്, നേരത്തെ ഒരു പോയിന്റ് ഓർത്ത് വെച്ചതായിരുന്നു, ഹാലജൻ ആറ്റങ്ങളുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഹാലോ ആൽക്കെയിൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ എല്ലാം സെയിം ഹാലജൻ ആറ്റം ആയതുകൊണ്ട് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഏതിനാണ് കൂടുതൽ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്തത് നോക്കണം, ഇത് ക്ലോറോപ്രൊപ്പെയിൻ ആണ്. ഇവിടെ 3 കാർബൺ ആണ് വരുന്നത്. ഇത് ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്, 4 കാർബൺ ആറ്റം വരുന്നുണ്ട്. ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്, 4 കാർബൺ ആറ്റം വരുന്നുണ്ട്. അതുപോലെ തന്നെ ക്ലോറോബ്യൂട്ടൈൻ എന്ന് പറയുമ്പോൾ ഇവിടെ അതേ 4 കാർബൺ ആറ്റം വരുന്നുണ്ട്. ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ഈ രീതിയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇവിടേക്കാണ് കണക്ഷൻ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ക്ലോറോപ്രൊപ്പെയിൻ, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്, ക്ലോറോബ്യൂട്ടൈൻ. അപ്പോൾ ഈ ഹാലജൻസ് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനെ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിങ് ഓർഡറിൽ എഴുതാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് മനസ്സിലായി എല്ലാത്തിലും ഒരേ ഹാലജൻ ആറ്റംസ് ആണ്, അതായത് എല്ലാത്തിലും ക്ലോറിൻ ആണ്. അപ്പോൾ നമുക്ക് ആ പോയിന്റിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ ബോയിലിംഗ് പോയിന്റ് ഏതിനാണ് കൂടുതൽ ഏതിനാണ് കുറവ് എന്ന് പറയാൻ പറ്റില്ല. ഇനി അടുത്തത് നോക്കി, ഇതിൽ പ്രൊപ്പെയിൻ 3 കാർബൺ ആറ്റം വരുന്നതാണ്, ഇവിടെ ബ്യൂട്ടൈൻ ആണ്. അപ്പം ഇത് രണ്ടും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, പ്രൊപ്പെയിനെയും ബ്യൂട്ടൈനെയും കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലായി കാർബൺ ആറ്റത്തിൻ്റെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. ആസ് ദ നമ്പർ ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്സ് ഇൻക്രീസസ്, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് അല്ലെങ്കിൽ കാർബൺ ആറ്റത്തിൻ്റെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട്, ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഹാലോ ആൽക്കെയിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്രൊപ്പെയിൻ ആണ്, ഇത് ബ്യൂട്ടൈൻ ആണ്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ സൈസ് വരുന്നത് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് ബ്യൂട്ടൈൻ ആണ് കൂടുതൽ. അപ്പോൾ ഇതിനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതലാവുക. ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. അടുത്ത എക്സാമ്പിൾ ആണ് 1-ക്ലോറോപ്രൊപ്പെയിൻ, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്, 1-ക്ലോറോബ്യൂട്ടൈൻ. അപ്പം ഇവിടെ എല്ലാത്തിലും ഹാലജൻ ആറ്റംസ് സെയിം തന്നെയാണ്. അപ്പോൾ ഹാലജൻ ആറ്റം മാറുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഒരു പോയിന്റ് നോക്കിയത് ഹാലജൻ ആറ്റത്തിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ഹാലോ ആൽക്കെയിൻസിൻ്റെ ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നു എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാം സെയിം ഹാലജൻ ആറ്റംസ് ആയതുകൊണ്ട് ഇതിനെ എങ്ങനെയാണ് ബോയിലിംഗ് പോയിന്റിൻ്റെ വ്യത്യാസം കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. ഇവിടെ ക്ലോറോപ്രൊപ്പെയിൻ ആണ്, അതായത് CH3, CH2, CH2, Cl, 3 കാർബൺ ആറ്റാണ് ഇവിടെ വരുന്നത്. ഇവിടെ ക്ലോറോബ്യൂട്ടൈൻ, അതായത് CH3, CH2, 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 Cl, 4 കാർബൺ ആറ്റംസ്. ഇനി ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്, CH3, CH, CH3, Cl, ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡ്. അപ്പോൾ ഇതും 3 കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 3 കാർബൺ ആറ്റംസ്, ഇവിടെ ആൽക്കൈൽ ഗ്രൂപ്പിൽ 3 കാർബൺ ആറ്റം, ഈ ആൽക്കൈൽ ഗ്രൂപ്പിൽ അതേ 3 കാർബൺ ആറ്റംസ് ആണ് വരുന്നത്. ഇവിടുത്തെ ആൽക്കൈൽ ഗ്രൂപ്പിൽ 4 കാർബൺ ആറ്റംസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പോയിന്റ് ഓർത്ത് വെക്കേണ്ടത് എന്താ വെച്ചാൽ, ആസ് ദ സൈസ് ഓഫ് ദ ആൽക്കൈൽ ഗ്രൂപ്പ് ഇൻക്രീസസ് ബോയിലിംഗ് പോയിന്റ് ഓൾസോ ഇൻക്രീസസ്. അപ്പോൾ ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നത്? അതിൻ്റെ ഇടയിലുള്ള വാൻ ഡെർ വാൾസ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടുന്നത് കൊണ്ടാണ് ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിരിക്കും, ഇതൊക്കെ 3 കാർബൺ ആറ്റംസ് ഉള്ളതാണ്. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതിനാണ് ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. അപ്പോൾ 1-ക്ലോറോബ്യൂട്ടൈൻ ആണ് 1-ക്ലോറോപ്രൊപ്പെയിനേക്കാളും ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡിനേക്കാളും ബോയിലിംഗ് പോയിന്റ് കൂടുതൽ. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താണ്? ഇവിടെ ഒരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഇത് എന്താണ് ബ്രാഞ്ചിങ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത പോയിന്റ് ഓർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ ബ്രാഞ്ചിങ് വരുന്നതിനനുസരിച്ചിട്ട് ബ്രാഞ്ചിങ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ് ഡിക്രീസസ് ദ ബോയിലിംഗ് പോയിന്റ്. ബ്രാഞ്ച്ഡ് ആൽക്കെയിൻസ് ആണ് വരണേയെങ്കിൽ, അതായത് ഹാലോ ആൽക്കെയിൻസിൽ ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ ബ്രാഞ്ചിങ് വരുന്നുണ്ടെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഇവൻ ദോ ഇതിൽ രണ്ടിലും 3 കാർബൺ ആറ്റംസ് ആണ് വരണേയെങ്കിലും ഇതൊരു സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്, ഇതൊരു ബ്രാഞ്ച്ഡ് ചെയിൻ ആണ്. ബ്രാഞ്ചിങ് വരുമ്പോൾ ബോയിലിംഗ് പോയിന്റ് കുറയും.
അപ്പോൾ ഐസോപ്രൊപ്പൈൽ ക്ലോറൈഡിനാണ് ബോയിലിംഗ് പോയിന്റ് കുറവ്. കാരണം അവിടെ ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ എന്താണ്, ആൽക്കൈൽ ഗ്രൂപ്പിൽ ബ്രാഞ്ചിങ് വന്നിട്ടുണ്ട്, ആൽക്കൈൽ ചെയിനിൽ ബ്രാഞ്ചിങ് വന്നിട്ടുണ്ട്. ഇനി അതിനേക്കാൾ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ആയിരിക്കും 1-ക്ലോറോപ്രൊപ്പെയിന്. 1-ക്ലോറോപ്രൊപ്പെയിന് അതിനേക്കാൾ കൂടുതൽ ബോയിലിംഗ് പോയിന്റ് ഉണ്ടാവും, കാരണം അതൊരു സ്ട്രെയിറ്റ് ചെയിൻ ആണ്. ഇനി അടുത്തതോ ഈ 1-ക്ലോറോബ്യൂട്ടൈൻ, കാരണം അതിനാണ് ഏറ്റവും കൂടുതൽ ബോയിലിംഗ് പോയിന്റ്. അതിന് ബോയിലിംഗ് പോയിന്റ് കൂടാനുള്ള കാരണം എന്താ, ഇവിടെ കാർബൺ ആറ്റംസിൻ്റെ എണ്ണം കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഒന്നുകൂടി കൺസോൾട്ടേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്, ബോയിലിംഗ് പോയിന്റ് ഹാലജൻ ആറ്റങ്ങളുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും, ഹാലജൻ ആറ്റങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ഇനി ഹാലോ ആൽക്കെയിൻസിൽ ആൽക്കൈൽ ഗ്രൂപ്പുകളുടെ സൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് ബോയിലിംഗ് പോയിന്റ് ഇൻക്രീസ് ചെയ്യും. ഇനി ആൽക്കൈൽ ഗ്രൂപ്പുകളിൽ ബ്രാഞ്ചിങ് വരികയാണെങ്കിൽ ബോയിലിംഗ് പോയിന്റ് കുറയും. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എന്താണ്, ഹാലോ ആൽക്കെയിൻസിനെ ബോയിലിംഗ് പോയിന്റിന്റെ ഇൻക്രീസിങ് ഡിക്രീസിങ് ഓർഡറിൽ എഴുതാൻ സാധിക്കും. അടുത്ത ചോദ്യം, ഇൻ ദ ഫോളോയിങ് pairs of halogen compounds, which compound undergoes faster SN1 mechanism? അപ്പോൾ ഈ പെയറിൽ നേരത്തെ നമ്മൾ ചോദിച്ചത് എന്താണ്, SN2 മെക്കാനിസം ഏതാണ് ഫാസ്റ്റർ ആയിട്ട് തരിക എന്നായിരുന്നു ചോദിച്ചത്. ഇപ്പോൾ അത് SN1 മെക്കാനിസം, ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണിമോളിക്കുലർ SN1 മെക്കാനിസം ഏതാണ് ഫാസ്റ്റർ ആയിട്ട് തരിക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയണം SN1 മെക്കാനിസം എങ്ങനെയാണ് നടക്കുന്നത്. SN1 മെക്കാനിസം കാർബോ കാറ്റയോൺ ഇന്റർമീഡിയറ്റ് ഫോം ചെയ്തിട്ടാണ് നടക്കുന്നത്. കാർബോ കാറ്റയോൺ ഫോർമേഷൻ വഴിയാണ് നടക്കുന്നത്. നമ്മൾ പഠിച്ച കാര്യമാണ്. SN1 മെക്കാനിസം പ്രൊസീഡ്സ് ബൈ ദ ഫോർമേഷൻ ഓഫ് കാർബോ കാറ്റയോൺ. ആദ്യം തന്നെ കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് എന്താ, ലീവിംഗ് ഗ്രൂപ്പ് പോയി, അതായത് ആൽക്കൈൽ ഹാലൈഡിലെ ഹാലജൻ പോയിട്ട് കാർബോ കാറ്റയോൺ ഫോം ചെയ്യും. അപ്പോൾ ഈ കാർബോ കാറ്റയോണിൻ്റെ സ്റ്റെബിലിറ്റി നമുക്കറിയാം. ടെർഷറി കാർബോ കാറ്റയോൺ ഇസ് സ്റ്റേബിൾ ദാൻ പ്രൈമറി, വിച്ച് ഇൻ ടേൺ ഇസ് സ്റ്റേബിൾ ദാൻ tertiary is stable than secondary carbocation and it is more stable than primary carbocation. അപ്പോൾ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി ടെർഷറി കാർബോകാറ്റയോണിനാണ്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാം. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഈ ഒരു സബ്സ്ട്രേറ്റ് ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു ക്ലോറിൻ ആറ്റം പോയിട്ട് ഈ ഒരു കോമ്പൗണ്ടിൽ ഈ ഒരു ക്ലോറിൻ ആറ്റം, ഇവിടുത്തെ ഈ ക്ലോറിൻ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ കാർബോ കാറ്റയോൺ ഫോം ചെയ്യുകയാണെങ്കിൽ ഇവിടെ പോസിറ്റീവ് ചാർജുള്ള കാർബോ കാറ്റയോൺ ആണ് വരിക, ഇവിടെ പോസിറ്റീവ് ചാർജുള്ള കാർബോ കാറ്റയോൺ ആണ്. അതായത് ഈ പോസിറ്റീവ് ചാർജുള്ള കാർബൺ വേറെ 3 ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഇതൊരു ടെർഷറി കാർബോ കാറ്റയോൺ ആണ് ഫോം ചെയ്യുക. ഇനി ഇതാണെങ്കിലോ, ഈ ഹാലജൻ പോയിട്ട് ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് വരിക. ഈ പോസിറ്റീവ് ചാർജുള്ള കാർബൺ മറ്റ് 2 ഗ്രൂപ്പുമായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളൂ. അതായത് ഇതൊരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. അപ്പോൾ ഏതിലായിരിക്കും, ഏത് കാർബോകാറ്റയോണാണ് സ്റ്റെബിലിറ്റി കൂടുതൽ? ടെർഷറി കാർബോകാറ്റയോണാണ് കൂടുതൽ സ്റ്റെബിലിറ്റി. അപ്പോൾ ഇതാണ് ഫാസ്റ്ററായിട്ട് SN1 മെക്കാനിസം തരിക. ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഹാലജൻ പോയിട്ട് ഈ കാർബണിൽ പോസിറ്റീവ് ചാർജ് വരും, കാർബോകാറ്റയോൺ ഫോം ചെയ്യും. പോസിറ്റീവ് ചാർജുള്ള കാർബൺ മറ്റ് 2 ഗ്രൂപ്പുമായിട്ട്, പോസിറ്റീവ് ചാർജുള്ള കാർബൺ മറ്റ് 2 ഗ്രൂപ്പുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊരു സെക്കൻഡറി കാർബോകാറ്റയോൺ ആണ്. ഇവിടുന്ന് ഈ ഹാലജൻ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് പോസിറ്റീവ് ചാർജ് വരിക. ഇത് ഒറ്റ ഗ്രൂപ്പുമായിട്ടേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതായത് പോസിറ്റീവ് ചാർജുള്ള കാർബൺ വേറൊരു ഗ്രൂപ്പുമായിട്ടേ കണക്ട് ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ട് ഇതൊരു പ്രൈമറി കാർബോകാറ്റയോൺ ആണ്. അപ്പോൾ ഏതിലാണ് റിയാക്ഷൻ ഫാസ്റ്റർ ആയിട്ട് തരിക? പ്രൈമറി കാർബോകാറ്റയോണിലാണോ സെക്കൻഡറി കാർബോകാറ്റയോണിലാണോ ഫാസ്റ്റർ റിയാക്ഷൻ തരിക? പ്രൈമറി കാർബോകാറ്റയോണോ സെക്കൻഡറി കാർബോകാറ്റയോണോ, ഏതാ ഫാസ്റ്റർ ആയിട്ട് റിയാക്ഷൻ തരിക? സെക്കൻഡറി കാർബോകാറ്റയോൺ. അതിനുള്ള കാരണം എന്താണ്? സെക്കൻഡറി കാർബോകാറ്റയോൺ ഇസ് മോർ സ്റ്റേബിൾ ദാൻ പ്രൈമറി കാർബോകാറ്റയോൺ. ഇതേപോലെയുള്ള എക്സാമ്പിൾസ് SN1 മെക്കാനിസവും SN2 മെക്കാനിസവും ഏതാണ് തരിക എന്നുള്ളത് ചോദിച്ചുകൊണ്ടുള്ള എക്സാമ്പിൾസ് എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്ന ഒരു ചോദ്യമാണ്. എന്തായാലും ഈ ഹാലോ ആൽക്കെയിൻസിൻ്റെ പാഠത്തിൽ നിന്ന് ആ ഒരു ചോദ്യം എന്തായാലും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ന്യൂക്ലിയോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ യൂണിമോളിക്കുലറും ബൈമോളിക്കുലറും SN1ഉം SN2ഉം ഇങ്ങനെ റിയേജൻസ് തന്നിട്ട് അല്ലെങ്കിൽ നമ്മുടെ സബ്സ്ട്രേറ്റ് തന്നതിന് ശേഷം ഹാലോ ആൽക്കെയിൻസ് തന്നിട്ട് ഏതിനാണ് ഫാസ്റ്ററായിട്ട് SN1 നടക്കുക, ഏതിനാണ് ഫാസ്റ്ററായിട്ട് SN2 റിയാക്ഷൻ നടക്കുക എന്നുള്ളത് ചോദിക്കും.